പോക്കറ്റ് മണി കൊടുക്കുന്നത് നല്ലതാണ്. ചിലർ കൊടുക്കത്തില്ല. കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവർ മോഷണ സ്വഭാവത്തിന് നീങ്ങാനൊരു സാധ്യതയുണ്ട്. ചെറിയ പ്രായമല്ലേ, മറ്റുള്ളവരോടൊപ്പം എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള താല്പര്യം അവർക്ക് ഉണ്ടാവും. നിങ്ങളുടെ വരുമാനത്തിന് ഏറ്റവും നിലയിലുള്ള ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ അവരുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം. മക്കളെ നമ്മൾ വിശ്വസിക്കണം, ഒപ്പം അവരുടെ മേൽ നമുക്കൊരു കണ്ണുണ്ടായിരിക്കണം. കൊടുത്ത പോക്കറ്റ് മണി എങ്ങനെ ചെലവഴിച്ചു എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കണം. സ്നേഹിതരോ മറ്റാരെങ്കിലുമോ അവർക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്താൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമ്മൾ വാങ്ങിക്കൊടുക്കാത്തൊരു സാധനം വീട്ടിൽ കൊണ്ടുവന്നാൽ ഇത് എവിടെ നിന്നാണെന്ന് അവരോട് ചോദിക്കണം. എവിടെ നിന്ന് പണം കഴിച്ചെന്ന് ചോദിക്കണം. ആര് തന്നു എന്ന് ചോദിക്കണം. നമ്മൾ വാങ്ങിക്കൊടുത്താൽ ഏതെങ്കിലും സാധനം അവരുടെ ബാഗിലുണ്ടോ എന്ന് നാം ശ്രദ്ധിക്കണം. അവരുടെ റൂമുകൾ നാം അവരറിയാതെ തന്നെ നമുക്ക് ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. ഇങ്ങനെ നാം ചെയ്തില്ല എന്ന് വരികിൽ പല കാര്യങ്ങളിലും അവരെ നഷ്ടപ്പെട്ടു പോയി എന്ന് വരാം. നമ്മളവരെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതല്ല, നമ്മുടെ മക്കൾ മോശമായതുകൊണ്ട് അവരെ നാം ശ്രദ്ധിക്കുന്നുള്ളതല്ല. നമ്മുടെ മക്കൾ നിഷ്കളങ്കരാണെന്ന് വരികിലും അവരെ തെറ്റിക്കുന്നതായ സാഹചര്യങ്ങളും വ്യക്തികളും ഈ ലോകത്തിനുണ്ടെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജാഗ്രതയായിരിക്കണം എന്ന് ചുരുക്കം. അതുപോലെ പക്വത വരുന്നവരെ നമ്മൾ നെറ്റ് സൗകര്യമുള്ള മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കരുത്. ഇന്റർനെറ്റ് വലിയ ദോഷകരമായ വിഷയമുള്ളതാണ്. അതിന് ഉപയോഗിക്കാൻ പക്വത വേണം. ഞാൻ അടുത്ത സമയത്ത് കണ്ടു, ഒരു ചെറിയൊരു പയ്യന്റെ കയ്യിൽ 39,000 രൂപയുടെ സ്മാർട്ട് ഫോണാണ് കൊടുത്തിരിക്കുന്നത്. ഇതുകൊണ്ട് എന്തൊക്കെ അവൻ ചെയ്യും, അവൻ എങ്ങനെയായി തീരുമെന്ന് ആർക്കറിയാം. അങ്ങനെയൊക്കെ ആഗ്രഹിച്ചതെല്ലാം വാങ്ങിക്കൊടുത്ത വിദേശത്ത് അപ്പനും അമ്മയും ആയിരിക്കുന്നു. മക്കളുടെ സ്മാർട്ട് ഫോണും അത് കൊടുത്തു, അവർക്ക് ലാപ്ടോപ്പ് വേണം അത് കൊടുത്തു, അവർക്ക് ക്യാമറ വേണം അത് കൊടുത്തു, എല്ലാം കൊടുത്ത് ലാസ്റ്റ് അവരുടെ ജീവിതം മെസ്സപ്പായതിനു ശേഷം കൗൺസിലിംഗ് കൊണ്ടിരുന്നതായ ആളുകളുണ്ട്. പക്വത വരുന്നതിന് മുൻപ് അവർക്ക് ഉപയോഗിച്ചാൽ ദോഷമുള്ളവ അനുവദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെ നശിപ്പിക്കുകയാണ്, നന്നാക്കുകയല്ല. അവർക്ക് നാം ഫോൺ കൊടുക്കേണ്ടത് അനിവാര്യമാണെങ്കിൽ ഫോൺ കൈവശം വെക്കേണ്ടതായ സാഹചര്യങ്ങളുണ്ട്. കൊടുത്താൽ അവരുടെ ഏതെല്ലാം നമ്പറുകളിലേക്ക് വിളിക്കുന്നുവെന്നും ഏതൊക്കെ നമ്പറുകൾ നമുക്ക് ഫോൺ വരുന്നു എന്നും നമ്മൾ പരിശോധിച്ചറിയണം. അവർക്കൊരു SMS നമ്മൾ പരിശോധിക്കണം. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സ്വകാര്യ മുറിയിൽ ഒരിക്കലും കമ്പ്യൂട്ടർ വെക്കരുത്. കമ്പ്യൂട്ടറുണ്ട്, അത് സ്വന്തം മുറി വെച്ചിരിക്കുന്നു, കഥ കുറ്റിയിട്ടിട്ട് കിടന്ന് ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കമ്പ്യൂട്ടർ പൊതുസ്ഥലത്തെ വെക്കാവൂ. അവർ കമ്പ്യൂട്ടർ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മൾ പരിശോധിച്ചറിയണം. ഏതെല്ലാം സൈറ്റുകളിൽ പോകുന്നു നമുക്ക് ഇത് പരിശോധിക്കാൻ അറിഞ്ഞുകൂടായെങ്കിൽ അറിവുള്ള ഒരാളെ കൊണ്ടുവന്ന് അവരില്ലാത്തപ്പോൾ നമ്മൾ പരിശോധിക്കണം. കാരണം അവർ നാം അറിയാതെ വഴിതെറ്റി പോകാതിരിക്കാനുള്ള ആ മുൻകരുതലുകൾ, ദോഷത്തിൽ അകപ്പെടാതിരിക്കാനുള്ളതായി കണ്ണ് നമുക്ക് അവർ മേലുണ്ടായിരിക്കണം. ഒരു ബിരുദ വിദ്യാർത്ഥിനി അടുത്ത കാലത്ത് ആത്മഹത്യ ചെയ്തു. ഓൺലൈനിൽ മോശമായ ചാറ്റിംഗ് നടത്തി. അത് ഒടുവിൽ പരസ്യമായപ്പോൾ അപമാനം സഹിക്കാനാവാതെ ആത്മഹത്യ ചെയ്യായിരുന്നു. അന്വേഷണം ചെന്നവർ അവളുടെ മുറി പരിശോധിച്ചപ്പോൾ 4 ഇമെയിൽ ID ഉണ്ടായിരുന്നു, 6 മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് അവിടെ ഇവിടെയും വിളിച്ച് മോശമായി പോയി. ഈ കാലങ്ങളാണെങ്കിൽ ഫോണിൽ ശബ്ദം മാറ്റി വിളിക്കാനുള്ളതായ സൗകര്യങ്ങളുണ്ട്. മാജിക് വോയിസ് എന്ന് പറയും. ചിത്രങ്ങൾ നെറ്റിലായാലും ചിത്രങ്ങൾ മോർഫ് ചെയ്ത് കണ്ടാൽ കുരങ്ങനെ പോലെ ഇരിക്കുന്നവൻ്റെ ഫോട്ടോ വരുന്നത് ആ മമ്മൂട്ടിയെ പോലെ മോഹൻലാലിനെ പോലെയാണ്. ഈ കാണുന്നത് പെൺകുട്ടി വിചാരിക്കും ഞാൻ ചാറ്റ് ചെയ്യുന്നതായ യൗവനക്കാരൻ്റെ രൂപം ഇങ്ങനെയായിരിക്കുമെന്ന്. അവസാനം ചീറ്റിംഗ് ആയിട്ട് മാറുമ്പോഴാണ് കാര്യങ്ങളെല്ലാം താറുമാറാകുന്നത്. സൂക്ഷിക്കുക. അവർ ഉപയോഗിക്കുന്നതായ കമ്പ്യൂട്ടർ പൊതുസ്ഥലത്ത് വെക്കണം. അവർ സന്ദർശിക്കുന്ന സൈറ്റുകൾ പരിശോധിക്കണം. അവർ വീണുപോകാതെയും വഞ്ചിക്കപ്പെടാതിരിക്കാനുള്ളതായ ശ്രദ്ധ നമുക്ക് വേണം. പല രീതിയിൽ അവരെ വഞ്ചിച്ച് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെയാണ് നാട് വിടുന്നതും വീട് വിട്ടോടുന്നതും. കേരളത്തിലെ 2 വർഷത്തിനിടെ കാണാതായ കുട്ടികളുടെ എണ്ണം 2316. ഇതെല്ലാം മൊബൈൽ ഫോൺ ഉപയോഗവും നെറ്റ് ഉപയോഗവും ഫേസ്ബുക്ക് ഉപയോഗവും ഒക്കെയാണ് ഇതിൻ്റെ പിന്നിലെ പ്രധാന കാരണം. ഈ കാണാതെ പോയതിൽ ഭൂരിപക്ഷം വരെയും കണ്ടെത്തി തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് വരികിലും 434 പേരെ എവിടാന്ന് ഇതുവരെ എത്തുമ്പോഴേയും കിട്ടിയിട്ടില്ല. അവർക്ക് എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇങ്ങനെ സംഭവിക്കാതിരിക്കുന്ന കരുതൽ നമുക്ക് വേണം. കുട്ടികൾക്ക് പിതാവിൻ്റെയും മാതാവിൻ്റെയും കരുതലും സ്നേഹവും സംസർഗവും വളരെ അനിവാര്യമാണ്. ഇങ്ങനെയുള്ളതായ ആപത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ. കുടുംബത്തിൽ നിന്ന് സ്നേഹം ലഭിക്കാത്തവർ പിൽക്കാലത്ത് പ്രണയബന്ധങ്ങൾ കുടുങ്ങാറുണ്ട്.
വിവാഹത്തിന് ശേഷവും ജീവിത പങ്കാളിയുടെ ദൃഢമായ ബന്ധം പുലർത്തുവാനായിട്ട് ഇങ്ങനെയുള്ളവർക്ക് സാധിക്കാതെ വരും. അതുകൊണ്ട് നമ്മൾ അവരുടെ മേൽ ഒരു കണ്ണ് വെച്ച് വളർത്തിയെടുക്കണം. നമ്മൾ വളർത്തിയെടുത്താൽ പോലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് അവരെ വഴിതെറ്റിക്കുവാൻ നിർബന്ധിക്കുന്ന സാഹചര്യമാണ് ഇന്ന് ലോകത്തിലുള്ളത്. വഴിതെറ്റിച്ചുകൊണ്ട് പോകുന്ന വ്യക്തികളാണ് അവരുടെ സ്നേഹിതർ. അവരെ സ്നേഹിക്കുവാൻ, അംഗീകരിക്കുവാനും കരുതുവാനും ആളില്ലെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാതാപിതാക്കളെ മനഃപൂർവ്വം വഞ്ചിക്കുവാനായിട്ട് മടി തോന്നുകയില്ല. മുമ്പേ പറഞ്ഞ വാദം വീണ്ടും പറയുന്നു, ഈ ലോകത്തിൽ എന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത് ആ പുരുഷനോ ഈ സ്ത്രീയോ അല്ല, എന്റെ അപ്പനും അമ്മയുമാണ്. അവരെ ഞാൻ വഞ്ചിച്ചുകൂടാ, വേദനപ്പെടുത്തിക്കൂടാ എന്നുള്ള ഒരു ചിന്ത കുട്ടിയുടെ ഹൃദയത്തിൽ ഉരുവാക്കിയെടുക്കണം. ഒരു ചെടി ഒരിടത്ത് വെക്കുകയാണെന്നിരിക്കട്ടെ, ഒരു തണലത്ത് വെക്കുക, മുറിക്കകത്ത് വെക്കുക. ആ ചെടി അങ്ങോട്ട് വളരുമെന്നറിയാമോ? എവിടെങ്കിലും ഒരു ദ്വാരത്തിലുള്ള സൂര്യപ്രകാശം വരുന്നുണ്ടെങ്കിൽ അവിടേക്ക് പോകും. സൂര്യപ്രകാശം ഒരു ചെടിയെ വളർച്ചയ്ക്ക് അവശ്യ ഘടകമാണ്. ഇതുപോലെ ഒരു കുട്ടിയെ നമ്മൾ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് സ്നേഹവും കരുതലും ശ്രദ്ധേയമാകുന്ന ആ സൂര്യപ്രകാശം നമ്മളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ എവിടെ നിന്ന് കിട്ടുന്നുവോ അവിടത്തേക്ക് അവർ വേഗത്തിൽ വളഞ്ഞ് ചാഞ്ഞ് വളരുന്നതിന് ഇടയായിത്തീരും. ചിലപ്പോൾ അവർ തേടിപ്പോകുന്ന സ്നേഹം യഥാർത്ഥമായിരിക്കുകയില്ല, യഥാർത്ഥമാണെന്ന് കരുതിയായിരിക്കും പോകുന്നത്. പിന്നീട് ആ അടുപ്പം അവരുടെ ജീവിതത്തിന് ദോഷകരമായിട്ട് തീരുകയാണ്. ഇന്ത്യയിൽ മാനഭംഗം ചെയ്യപ്പെടുന്ന കുട്ടികളിൽ, പെൺകുട്ടികളിൽ 80% 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരാണ്. അപ്പോൾ നമ്മൾ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും സൂക്ഷിക്കേണ്ട ആവശ്യകതയാണ് അത് പറയുന്നത്. സ്വന്തക്കാർ വീടുകളിൽ പോലും പെൺമക്കളെ നിങ്ങളുടെ കൂടെ അല്ലാതെ താമസിക്കുവാൻ അനുവദിക്കരുത്. കൂടുതൽ പീഡനവും ഉണ്ടാകുന്നത് സ്വന്തം ബന്ധുക്കളിൽ നിന്നാണെന്നാണ് ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. പരിചിതരിൽ നിന്നാണ് കൂടുതൽ. അവർക്കാണ് വഞ്ചിക്കുക. അപരിചിതരിൽ നിന്ന് കുറച്ച് അമഹത് മാറി നിൽക്കും. സ്വന്തക്കാർ, ബന്ധുക്കൾ ഇവരെ അത്ര വലിയ അവിശ്വസിക്കത്തില്ല. അതുകൊണ്ട് അവരാണ് വഞ്ചന അധികം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആൺകുട്ടികളെ പോലും അന്യ വീടുകളിൽ അങ്ങനെ നിങ്ങൾ തനിയെ താമസിക്കുവാൻ അനുവദിക്കേണ്ടതായ കാര്യമില്ല. അങ്ങനെ അനുവദിച്ചാൽ നിങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഈ വിധമായ ദോഷമില്ലെങ്കിലും മറ്റു പല ദോഷശീലങ്ങൾക്കും അവർ ഇടയായിത്തീരും. നന്മയും തിന്മയും അവരെ പഠിപ്പിച്ച് വളർത്തണം. ഈ അടുത്ത കാലങ്ങളിൽ അന്യ മതസ്ഥരെ വിവാഹം കഴിക്കുന്ന രീതി വളരെ വർദ്ധിച്ചു വരിക. അതിനൊരു മടിയുമില്ല. വിശിഷ്യ വിദേശ രാജ്യങ്ങളിൽ ജോലിക്കോ പഠനത്തിനോ പോകുന്നതായ സമയത്ത്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ അടിത്തറ അവരുള്ള ഉളവാക്കണം. ഇഷ്ടമുള്ള ആരെ വിവാഹം കഴിച്ചാലും വേണ്ടില്ല, എങ്ങനെ ജീവിച്ചാലും വേണ്ടില്ല എന്നുള്ള ചിന്ത അവർക്ക് ഉണ്ടാകരുത്. ക്രിസ്തുവും കൃഷ്ണനും അള്ളാഹുവും ഒന്നല്ലെന്നുള്ളത് അവരെ പഠിപ്പിക്കണം. അന്യമതസ്ഥരെ വിവാഹം കഴിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലെന്ന് നമ്മൾ അവളോട് തുറന്ന് പറഞ്ഞ് പഠിപ്പിക്കണം. മന്ത്രച്ചരട് കെട്ടുന്നതും ഒക്കെ തെറ്റാണെന്ന് ഉപദേശിച്ച് വളർത്തിയില്ലെങ്കിൽ അവർ തെറ്റിക്കഴിഞ്ഞ് അപകടത്തിൽ ചെന്നു കഴിഞ്ഞേ അറിയുകയുള്ളൂ. നേരത്തെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത്. കുടുംബത്തിൽ സമാധാനവും നല്ല അന്തരീക്ഷവും സ്നേഹവും ലഭിക്കാത്ത കുട്ടികൾ കുറ്റവാളികളായിട്ട് മാറും. പിള്ള മനസ്സിൽ കള്ളമില്ല, ഇതൊരു പഴഞ്ചൊല്ല പഴയത്. ഈ പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പറയുന്നത്. പക്ഷേ ഈ പഴഞ്ചൊല്ലിൽ പതിരുണ്ടെന്ന് പറയേണ്ട സാഹചര്യങ്ങളിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ പരാതി പഴഞ്ചൊല്ലിലും പതിരുണ്ട്, പിള്ള മനസ്സിലും കള്ളമാണ് എന്നതാണ്. മോഷണം, കവർച്ച, സൈബർ കുറ്റം, ആക്രമണം, ലൈംഗിക ആക്രമണം, കൊലപാതകം വരെ ഇന്ന് ചെറിയ കുട്ടികൾ ചെയ്യുന്ന വാർത്തകളാണ് പത്രത്തിൽ നിരന്തരമായിട്ട് വായിക്കുന്നത്. പ്രായപൂർത്തിയാകാത്തവർ ഇംഗിതമായ കുറ്റങ്ങൾ ഏർപ്പെടുന്നു. അതിന് എണ്ണം വർദ്ധിച്ചു വരികയാണ്. നമ്മുടെ നാട്ടിൽ ആൺകുട്ടികൾ മദ്യപാനം തുടങ്ങുന്നതായ പ്രായം 13 വയസ്സാണ്. അത്ര വ്യാപകമായി കഴിഞ്ഞു ഈ ദുശീലം. മദ്യപാനം മാത്രമല്ല, മയക്കുമരുന്നിന് ഉപയോഗവും മയക്കുമരുന്നിന്റെ വിൽപ്പനയിലും ചെറിയ പ്രായത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കിതിലൊരു ശ്രദ്ധയുണ്ടെങ്കിൽ മാത്രമേ, മക്കളുടെ മേൽ നമുക്കൊരു കണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് അവരെ വിടുവിച്ചെടുക്കാനായിട്ട് കഴിയുകയുള്ളൂ. അവരെ നാം നിരന്തരം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കാര്യത്തിന് അടിമകളായിട്ടുണ്ടോ എന്ന്. ഒരു പിതാവ് ചോദിച്ചിരിക്കുന്നു, പഠിക്കാൻ ശരാശരി നിലവാരം പുലർത്തിയിരുന്ന 10ാം ക്ലാസ്സുകാരൻ ക്രമേണ എല്ലാറ്റിനും ഉത്സാഹം നശിച്ചു. എപ്പോഴും ക്ഷീണവും മുഖപ്രസാദവും ചുറുചുറുക്കുമില്ല, മുഖം കരിവാളിച്ചിരിക്കുന്നു, ശരീരഭാരം കുറയുന്നു, ഭക്ഷണ വിരക്തിയായിരിക്കുന്നു, എന്തിനും ദേഷ്യമാണ്, തനിച്ചിരിക്കാനാണ് താല്പര്യം. എന്ത് ചെയ്യണം, എന്താണ് കാരണമെന്ന് അറിയുന്നില്ലെന്ന്.
10ാം തരം എന്ന് പറയുന്ന കൗമാരപ്രായമാണ്. പരീക്ഷണങ്ങളുടെയും സ്വന്തം വ്യക്തിത്വം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു കാലമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് നോക്കുവാൻ ഏറ്റവും സാധ്യതയുള്ള ഒരു കാലഘട്ടം കൂടിയാണിത്. അതിനാൽ കുട്ടികളെ ഇത്തരം ലക്ഷണം കണ്ടാൽ കുട്ടികളെ 2 ആഴ്ചത്തെ കാലത്തേക്ക് നിരീക്ഷണ വിധേയമാക്കണം. അവരെവിടെ പോകുന്നു, എന്ത് ചെയ്യുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, സംസാരിക്കുന്നു, എപ്പോൾ വീട്ടിൽ തിരിച്ചു വരുന്നു, വീടിനകത്തുള്ള സമയം എങ്ങനെ ചെലവഴിക്കുന്നു, ഇങ്ങനെയുള്ളതായ നിരീക്ഷണത്തിൽ നിന്ന് ഇവരുടെ അസാധാരണ പെരുമാറ്റത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കാരണം എന്താണെന്ന് എന്തെങ്കിലും സൂചന കിട്ടും. അങ്ങനെ നമുക്ക് അവരെ രക്ഷിച്ചെടുക്കാനായിട്ട് കഴിയുള്ളൂ. ഗൗരവമായ മറ്റൊരു കാര്യമാണ് മദ്യപാനം മുതലായ ദുശ്ശീലങ്ങൾ കൂടാതെ കുറ്റകൃത്യങ്ങളിൽ പെൺകുട്ടികൾ ഇടപെടുന്ന അതിൽ വർദ്ധിച്ചു വരുന്നൊരു കാലമായിരിക്കുക. എണ്ണം ക്രമാതീതമായിട്ട് വർദ്ധിക്കുക. മോഷണവും തട്ടിപ്പും മാത്രമല്ല, നിഷ്ഠൂരമായ കൊലപാതകം നടത്തുന്നതിൽ വരെ സ്ത്രീകൾ ഏർപ്പെടുന്നൊരു കാലത്തിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. ഇന്നത്തെയോ ഇന്നലത്തെയോ പത്രം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. മാവോയിസ്റ്റുകളിൽ പോലീസ് തേടുന്ന ആയുധധാരികളായ 57 കൊടും ഭീകരരിൽ 27 പേര് സ്ത്രീകളാണ്. 27 സ്ത്രീകളുടെയും പണം പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ആയുധധാരികളായ മാവോയിസ്റ്റ് സംഘടനയിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോയാണ്. ഇതെങ്ങനെ വന്നു? ചെറുപ്രായത്തിലെ പെൺകുട്ടികളിൽ കുറ്റവാസന വർദ്ധിച്ചു വരികയാണ്. മുമ്പേ പറഞ്ഞതുപോലെ നിഷ്ഠൂരമായി ചെയ്യുവാൻ സ്ത്രീകൾക്ക് തോന്നുന്ന ഒരു കാലത്തിൽ വന്നു. നാം വളരെ ചെറുപ്രായത്തിലെ ആൺകുട്ടികളെ മാത്രമല്ല പെൺകുട്ടികൾക്കും സ്നേഹവും കരുതലും ശ്രദ്ധയും കൊടുത്ത് അവരുടെ നീക്കങ്ങളെ പരിശോധിച്ച് ആകാത്ത വഴികളിൽ പോകാതെ തടുത്ത് വളർത്തിയെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരാതിരിക്കുകയുള്ളൂ. കുറ്റവാസന കുറയ്ക്കുന്നതിൽ കുടുംബാന്തരീക്ഷവും മാതാപിതാക്കളുടെ സ്വഭാവവും അവിടെ വളർന്നു വരുന്ന രീതിയുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ്. നല്ല കുടുംബം നല്ല പൗരന്മാരെ സൃഷ്ടിക്കുന്നു. 12 വയസ്സ് മുതലാണ് സാമൂഹികവും ബൗദ്ധികവുമായ വികാസം മക്കൾക്കുണ്ടാകുന്നത്. വീട്ടിലെ വരുമാനം ഇത് മക്കൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് കടമുണ്ടെങ്കിൽ അതും വീട്ടിൻ്റെ ആവശ്യങ്ങളും അവരറിഞ്ഞു വേണം വളരാനായിട്ട്. എങ്കിൽ മാത്രമേ അവർ ഉത്തരവാദിത്വമുള്ളവരായിട്ട് മാറുകയുള്ളൂ. വീട്ടിൽ ഞെരുക്കവും ബുദ്ധിമുട്ടും ഉള്ളത് മക്കളെ അറിയിക്കാതെ അവർക്ക് വേണ്ടി ലാവിഷായിട്ട് ചെലവഴിച്ചവരെ പഠിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുക. മാതാപിതാക്കന്മാർ കടം മേടിക്കുന്ന മക്കൾ അറിയുന്ന പോലുമില്ല. അവർക്ക് ഒരു ഉത്തരവാദിത്വമല്ലേ, പണം എവിടുന്ന് വരുന്നു, ഇതെങ്ങനെ ചെലവഴിക്കുന്നു, ഇത് നികത്തുനിന്ന് കൊടുക്കണമെന്നാണെന്ന് അറിവില്ലാതെ വരുന്നതിനാൽ അവരുടെ ജീവിതം പാഴായി പോവുകയാണ്. ഗൾഫുകാർക്കിടയിൽ ആത്മഹത്യ വർദ്ധിച്ചു വരുന്നു. 2005 ദുബൈയിലും മറ്റുമായി 84 പേരാണ് ആത്മഹത്യ ചെയ്തത്. കാരണം കഷ്ടപ്പെട്ട് സമ്പാദിച്ചും ചെലവ് ചുരുക്കിയും അയക്കുന്നതായ പണം വീട്ടുകാർക്ക് തികയാതെ വരുമ്പോൾ അവർ ലോൺ എടുക്കും. ലോൺ അടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ പിന്നെ അടുത്തത് മരണമാണ് ശരണം. കാരണം അവർ കഷ്ടപ്പെടുന്നതും അറിയാൻ ആളില്ല, തങ്ങൾ സമ്പാദിക്കുന്നതായ പണം ചെലവഴിക്കാൻ ആളുണ്ട്. പക്ഷേ ഇവരെ കേവലം പണം സമ്പാദിച്ചു തരുന്ന ഒരു യന്ത്രമായിട്ട് മാത്രമാണ് വീട്ടുകാർ കാണുന്നത്. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മുടെ വീട്ടിലെ വരുമാനം, ചെലവ്, കടവുണ്ടെങ്കിൽ അത്, ഞെരുക്കുണ്ടെങ്കിൽ ഞെരുക്കം അവരെ അറിയിച്ചു വേണം വളർത്തുവാൻ. ഇല്ലായ്മയും അവരറിഞ്ഞ് വളരണം. അങ്ങനെ വളർത്തേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സമൃദ്ധി കാണും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ആവശ്യത്തോളം ഉണ്ടാക്കിയിട്ടുണ്ട്, മക്കൾക്ക് കൊടുക്കാം. സമൃദ്ധി ഉണ്ടെങ്കിലും സമൃദ്ധിയിലല്ല വളർത്തേണ്ടത്. അവരെ ഒരു മീഡിയത്തിലാണ് വളർത്തേണ്ടത്. സമൃദ്ധിയിൽ വളർത്തിയാൽ ആ നിലയിൽ വന്ന ഭാവിയിൽ നഷ്ടപ്പെട്ടു പോകാനാണ് ആ സാധ്യത. നിങ്ങൾക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും ശരി, അവർക്ക് മിതമായി കൊടുക്കാവൂ. അവർ പ്രായമായി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്ത് വേണ്ടുവോളം ചെലവഴിക്കട്ടെ. അല്ലാതെ എൻ്റെ മക്കൾക്ക് ഞാൻ വേണ്ടതെല്ലാം വാങ്ങിക്കൊടുക്കും, ആവശ്യത്തിന് സമ്പാദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വാരിക്കോരി കൊടുത്താൽ നമ്മളവരെ നന്നാക്കുകയല്ല, അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വളർത്തിയാൽ പണത്തിൻ്റെ മൂല്യമറിയാതെ വളരും. അവരൊന്നിനും വില കൽപ്പിക്കാത്തവരായി മാറും. മുൻപോട്ട് വരുമ്പോൾ അവർ വരവിൽ കവിഞ്ഞ ചെലവുള്ളവരായി തീരും. ഒടുവിൽ വരവിൽ കവിഞ്ഞ ചെലവ് വേണ്ടി വരുമ്പോൾ വരുമാനത്തിന് വേണ്ടി ഏതു മാർഗവും തേടുന്നവരായി തീരും. പണത്തിൻ്റെ ആവശ്യകതയും ആഡംബരത്വം വർദ്ധിക്കുമ്പോൾ ഏത് മാർഗത്തിലും പണം നേടണം, എങ്ങനെയും പണം ഉണ്ടാക്കണം, കുൽസിത മാർഗമായാലും വേണ്ടില്ല എന്ന നിലയിൽ എത്തിച്ചേരും. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവരെ ഞെരുക്കവും ബുദ്ധിമുട്ടും അറിഞ്ഞ് വളരുമാറാക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും മോഷണവും ചെയ്യുന്നവരും കവർച്ചയിൽ ഏർപ്പെടുന്നവരാകുവാൻ നിർബന്ധിതരായി തീരും. നിങ്ങളുടെ വരുമാനം കുറവാണെങ്കിൽ കൊക്കിലൊതുങ്ങുന്നത് അവർക്ക് വാങ്ങിച്ചു കൊടുക്കാവൂ.
അവരൊരു ആവശ്യം പറഞ്ഞാൽ തന്നെ നിങ്ങൾ പറയേണ്ടത്, ഇപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടുക മോനെ മോളെ, ഇനി നമ്മൾ വരുമാനം അത് അനുവദിക്കുന്നില്ല, ഇനി നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ അത് വേണ്ടതുപോലെ ചെയ്യാം. ഇങ്ങനെ പറഞ്ഞ് നമ്മളവരെ വളർത്തി എടുക്കുമ്പോഴാണ് അവർ അതിലൊരു പക്വതയുള്ളവരായിട്ട് തീരുന്നത്. ഇങ്ങനെ വിദ്യാഭ്യാസം മാത്രം നൽകുന്നതായ ആശ്രയ പ്രവണത തെറ്റാണ്. എങ്ങനെയെങ്കിലും പഠിപ്പിച്ചെടുക്കണം എന്നുള്ള ചിന്ത മാത്രമായിരിക്കരുത്. ശ്രീബുദ്ധനെ പറഞ്ഞിട്ടുണ്ട്, മക്കളോടുള്ള മാതാപിതാക്കളുടെ കടമ ഒന്ന് സ്വത്ത് തക്ക സമയത്ത് വീഴ്ച കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ അതിനു മുൻപ് ഏതെങ്കിലും തൊഴിൽ അഭ്യസിപ്പിക്കണം എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞിരിക്കുന്നു. തൊഴിൽ എന്താ തൊഴിൽ? മുമ്പേ പറഞ്ഞല്ലോ, എല്ലാം ഡോക്ടറും എഞ്ചിനീയറും മാത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വേറെ തൊഴിലൊന്നും ഒരു തൊഴിലല്ല പോലും. ഇന്നത്തെ സ്മാർട്ട് സിറ്റിയും IT മേഖലയൊക്കെ വരുന്നതിന് മുൻപ് പഴയ തലമുറ മക്കളെ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിപ്പിക്കുമായിരുന്നു. യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു നിർബന്ധമാണ്, യഹൂദ ബാലൻ ഏതെങ്കിലും തൊഴിൽ പഠിച്ചിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ പൗലോസിനെ കുറിച്ച്. പൗലോസ് മിഷണറി യാത്രയിൽ വിശ്വാസമില്ലാത്ത ഇടങ്ങൾ ചെന്നാൽ താൻ കൂടാരപ്പണി ചെയ്യുമായിരുന്നു. എന്നിട്ട് ചോദിച്ചാൽ അപരിചിതരായ അടുത്ത് എന്ന് താമസിച്ച് വേല ചെയ്യുമ്പോൾ അവർക്ക് ചെലവിന് വേണ്ടി ഭാരമാകാൻ പാടില്ല. അതുകൊണ്ട് കൂടാരപ്പണി ചെയ്തിരുന്നു. ഏതെങ്കിലും ഒരു ജോലി, ഒരു തൊഴിൽ അവരെ നമ്മൾ അഭ്യസിപ്പിക്കണം. അങ്ങനെ ഏറ്റവും കുറഞ്ഞത് നിങ്ങളുടെ ആൺകുട്ടികളെ ന്യൂസ് പേപ്പർ വിതരണം ചെയ്യാനെങ്കിലും അഭ്യസിപ്പിക്കണം. പെൺകുട്ടികളെ പ്ലാസ്റ്റിക് പുഷ്പം ഉണ്ടാക്കാനെങ്കിലും, ഇല്ലെങ്കിൽ അച്ചാറുണ്ടാക്കാനെങ്കിലും നിങ്ങൾ പരിശീലിപ്പിക്കണം. കാരണം ഈ കാണുന്നതായ വലിയ ഉദ്യോഗങ്ങൾ മാത്രമല്ല, വരുമാനത്തിന് എന്ത് ജോലി ചെയ്യാൻ, അതിനാണ് ഡിഗ്നിറ്റി ഓഫ് ദി ജോബ് എന്ന് പറയുന്നത്, ജോലിയുടെ അന്തസ്സ്. അത് ഏത് ജോലി അന്തസ്സുള്ളതാണ് എന്നുള്ള ചിന്ത ഒഴിവാക്കിയെടുത്തെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ശരിയായ മനുഷ്യരാക്കി തീർക്കാൻ കഴിയുകയുള്ളൂ. സ്വന്തമായിട്ടൊരു വരുമാനം അവർ നേടുമ്പോൾ പരിശ്രമശീലമുള്ളവരും സമ്പദ്ശീലമുള്ളവരുമായിട്ട് മാറും. അവർക്ക് ഒരു ആത്മാഭിമാനം ഉണ്ടാകും. ആവശ്യവും അത്യാവശ്യവും അനാവശ്യവും തരംതിരിച്ച് മക്കളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഒരാവശ്യമാണ്. മക്കള് അകന്നു പോകുന്നുണ്ടോ, ഒറ്റപ്പെട്ടു പോകുന്നുണ്ടോ, മക്കളുമായി നമ്മുടെ ബന്ധത്തിന് വിള്ളൽ വീഴുന്നുണ്ടോ എന്ന് വളരെ ശ്രദ്ധയോടിരിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അപശബ്ദം ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാക്കാമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളൊരു വാഹനം ഓടിച്ചു പോകുമ്പോൾ പതിവില്ലാത്തൊരു ശബ്ദം കേട്ടാൽ ഉടനെ വാഹനം നിർത്തി അതെന്താണെന്ന് നോക്കുക. ഒരു യന്ത്രമായിരുന്നാൽ അങ്ങനെയാണ്. അപശബ്ദം ശ്രദ്ധിച്ചാൽ വൻ അപകടം ഒഴിവാക്കാം. ഇതുപോലെ തന്നെയാണ് മക്കളുമായി ബന്ധത്തിലും. മക്കളെ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ നമുക്കൊരു ശ്രദ്ധ വേണം. എന്താണ് അവരിൽ നിന്ന് വരാറുള്ളതായ അപശബ്ദം? ചിലപ്പോൾ പറയും, എന്നെ ആർക്കും വിശ്വാസമില്ല, എന്നെ ആർക്കും വേണ്ട, എൻ്റെ കാര്യത്തിൽ മാത്രം പണമില്ല, എപ്പോഴും എന്നെ കുറ്റം പറയാനേ നേരമുള്ളൂ, ഇവിടുത്തെ അപ്പനോടോ അമ്മയോടോ എന്തെങ്കിലും പറയാതിരിക്കുന്നതാണ് ഭേദം, അപ്പൻ ശരിയായിട്ട് അമ്മ ശരിയായിട്ട് എന്നെ ഉപദേശിച്ചാൽ മതി, എന്തിനാ നാട്ടുകാർ കേൾക്കിങ്ങനെ ഒച്ച വയ്ക്കുന്നത്, പയ്യെ പറഞ്ഞാൽ പോരെ, ജനിച്ചു എന്നതുകൊണ്ട് അപ്പനും അമ്മയും ആകുമോ? ഇതൊക്കെ കേൾക്കുന്ന അപശബ്ദങ്ങൾ. അപ്പനും അമ്മയും ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ എവിടെയെങ്കിലും ഇറങ്ങിപ്പോകുക, എനിക്ക് ചത്താ മതിയായിരുന്നു, വിട്ടേക്കൂ, ഞാൻ എൻ്റെ വഴിക്ക് പോയിക്കൊള്ളാം. ഇങ്ങനെയുള്ള വാക്കുകൾ മക്കളിൽ നിന്ന് വരുന്നെങ്കിൽ വെറുതെ അവഗണിക്കരുത്, ശ്രദ്ധിക്കണം. ഈ വാക്കുകൾ നമ്മൾ അവഗണിക്കാതെ ഒരു വാഹനത്തിൻ്റെ കാര്യം എന്നതുപോലെ ഈ അപശബ്ദം കേൾക്കുമ്പോൾ റിപ്പയർ പണി ആവശ്യമുണ്ട്. എൻ്റെ മക്കൾ ഞാനുമായി ബന്ധത്തിൽ എവിടെയോ തകരാറ് വന്നിട്ടുണ്ട്, ഇത് റിപ്പയർ ചെയ്യണം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അങ്ങനെ ആ ബന്ധത്തിൽ വന്ന എവിടെയാണ് എൻ്റെ മക്കൾ ഇങ്ങനെ പറയാനിടയായത്, എന്താണ് കാരണമായത്, എവിടെയാണ് വീഴ്ച ഉണ്ടായതെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കണം. അങ്ങനെ പരിഹരിക്കുന്നില്ലെന്ന് വരികിൽ പിന്നീട് നമ്മൾ ഓർത്ത് ദുഃഖിച്ചിട്ട് വേറെ പ്രയോജനമൊന്നുമില്ല, സമയം വളരെ വൈകിപ്പോയിരിക്കും. പിന്നെ നാം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനമായ കാര്യം, മക്കൾ നമ്മുടെ കൈവിട്ടു പോകരുത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാമല്ലോ, യേശുവിൻ്റെ അമ്മയ്ക്കും അപ്പനും പോലും സംഭവിച്ചു. മറിയവും ജോസഫും 12 വയസ്സുള്ള ആ യേശുവിനെ കൊണ്ട് പെരുന്നാളിന് പോയി. തിരിച്ചു വരുമ്പോൾ പല ദിവസം വഴിദൂരം വന്നു കഴിഞ്ഞാണ് അറിയുന്നത് മകൻ കൂടെയില്ലെന്ന്. മറിയത്തെയും ജോസഫിനും ഇങ്ങനെ പ്രതീക്ഷിക്കാവുന്ന സ്വഭാവമാണോ? ഒരു ദിവസത്തെ വഴിദൂരം ഏതാണ്ട് 70 കിലോമീറ്റർ വരും. ഒരു ദിവസത്തെ വഴിദൂരം വന്നു കഴിഞ്ഞപ്പോഴാണ് മകൻ കൂടെയില്ലെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ, 12 വയസ്സുള്ളൊരു മകൻ
20 മൈൽ നടന്നു കഴിഞ്ഞാണ് മകൻ കൂടെയില്ലെന്ന് അറിയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അക്ഷന്തവ്യമായ അശ്രദ്ധയാണത്. നമുക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. അതായത് എൻ്റെ മക്കൾ എന്നോട് കൂടെ ഉണ്ടോ, എൻ്റെ മക്കൾ എന്നെ സ്നേഹിക്കുന്നുവോ, എൻ്റെ മക്കൾ എന്നോട് ചേർന്ന് നിൽക്കുന്നുവോ, അവർ ഇന്നും എൻ്റെ നിയന്ത്രണത്തിൽ തന്നെയാണോ, അവൻ എൻ്റെ കൺവെട്ടത് തന്നെയാണോ, ഇപ്പോഴും എനിക്ക് അവരുടെ മേൽ സ്വാധീനമുണ്ടോ, എനിക്കവരെ നിയന്ത്രിക്കാൻ കഴിയുമോ, എനിക്കവരെ തിരുത്താൻ കഴിയുമോ, ഇത് നമ്മൾ ഉറപ്പുവരുത്തണം. എപ്പോഴും അവർ നമ്മോടുകൂടെ കാണപ്പെടണമെങ്കിൽ നാം അവരോടുകൂടെ ഉണ്ടെന്നുള്ളതായ ഉറപ്പ് അവർക്ക് നൽകണം. മക്കളുടെ ഉയർച്ചയിലും താഴ്ചയിലും വിജയത്തിലും പരാജയത്തിലും വേദനയിലും അവർ ഒറ്റപ്പെടുത്തപ്പെടുമ്പോഴും രോഗത്തിലും കൂടെ ഉണ്ടായിരിക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. അത് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കും. അതുപോലെ തന്നെയാണ് മക്കൾക്ക് വരുന്ന തെറ്റുകളിൽ നാം പെരുമാറേണ്ടതായ വിധം. ശ്രദ്ധിക്കുക, മക്കൾക്ക് തെറ്റ് സംഭവിക്കുക. ഹെറിഡിറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യ ഗുണം അടുത്ത തലമുറയിലേക്ക് പകരപ്പെടുന്നതാണ്. ഒരു നല്ല മനുഷ്യന് നല്ല ഗുണങ്ങൾ മക്കളിലേക്ക് ഉണ്ടാകും. ഈ പറഞ്ഞ പോലെ നന്നായി വളർത്തിയാലും ആ നിലയിൽ വരും. പക്ഷേ പാരമ്പര്യത്തിൽ തന്നെ വേരിയേഷൻ ഉണ്ട്. ഈ മൂന്നാർ മേഖലയിൽ വെളുത്ത കാട്ടുപോത്തുണ്ട്. കാട്ടുപോത്തിൻ്റെ നിറവും ഡിസൈനും എല്ലാം ഹെറിഡിറ്ററിയാണ്. പക്ഷേ ഏതോ ചില കാരണങ്ങളാൽ ജനിതക വൈകല്യ നിമിത്തം ഒരു കാട്ടുപോത്ത് വെളുത്ത. ഇതുപോലെയുള്ള വേരിയേഷൻ ആരുടെയും മക്കൾക്കുണ്ടാകാം. എത്ര ഉത്തമരും ആത്മീയരുമായി മാതാപിതാക്കളായിരുന്നാലും ശരി, നിങ്ങളുടെ പാരമ്പര്യത്തിനും സദ്ഗുണത്തിനും വ്യത്യാസമായ സ്വഭാവങ്ങൾ, അവസ്ഥ മക്കൾക്കുണ്ടാകാം. എത്ര നന്നായി വളർത്തിയാലും കണ്ണിൽ എണ്ണയും ഒഴിച്ച് നോക്കിയിരുന്നാലും വഴിതെറ്റിപ്പോകാം. കയ്യിലിരിക്കുന്നതായ അപ്പം കാക്ക കൊത്തിക്കൊണ്ട് പോകുന്നത് പോലെയാണ്. നമ്മൾ ആ സമയത്ത് അപ്സെറ്റായി പോയെന്ന് വരാം. ഇങ്ങനെയുള്ളതായ സന്ദർഭങ്ങളിൽ സ്വപ്നങ്ങൾ ചീട്ടുകൊട്ടാനും പോലെ തകർന്നു വീഴുന്നത് കണ്ട് നിരാശയുടെ പടുകുഴിയിലേക്ക് നാം വീണുപോകാം. സ്വന്തം മക്കളോട് തന്നെ വെറുപ്പും പകയും ചിലപ്പോൾ പ്രതികാരബുദ്ധിയും ഉണ്ടായെന്ന് വരാം. നമ്മുടെ ആകാശമുട്ടയുള്ള അന്തസ്സിനെ പാതാളത്തോളം അവർ ചവിട്ടിത്താഴ്ത്തുമ്പോൾ തലേവര എന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കും. ഞാൻ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കാൻ തോന്നലുണ്ടാകാം. പക്ഷേ അങ്ങനെ ചെയ്യേണ്ടതല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ മക്കൾ വഴിതെറ്റുമ്പോൾ നമുക്ക് ചിലത് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾ എന്ന റോളിന്റെ പ്രധാന ഭാഗം നിറവേറ്റേണ്ട സമയമാണ് മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ. ഇതുവരെ പരാമർശിച്ച സകല കാര്യങ്ങളെക്കാളും മർമ്മപ്രധാനമായ കാര്യം ചെയ്ത് അപ്പൻ അമ്മ എന്ന ആ സംജ്ഞയുടെ യഥാർത്ഥ സ്വഭാവം വെളിപ്പെടുത്തി നിങ്ങളുടെ സകല വൈഭവവും സകല സദ്ഗുണങ്ങളും പുറത്തെടുക്കേണ്ട നിമിഷങ്ങളാണ് മക്കളുടെ വഴിതെറ്റൽ. ഒരു ശോഭിച്ച കടലാണ് സമർത്ഥനായ നാവികനെ സൃഷ്ടിക്കുന്നത്. അതായത് കാറ്റിലും തിരമാലയും പെട്ട ലക്ഷ്യവും നിയന്ത്രണവും നഷ്ടപ്പെട്ട കപ്പലിനെ ബോംബ് വെച്ച് തകർക്കുന്നവനല്ല യഥാർത്ഥ കപ്പിത്താൻ. യാത്രക്കാരെ സുരക്ഷിതമായി ശാന്തതീരത്ത് എത്തിക്കത്തക്കോണം പ്രക്ഷുബ്ധമായ സാഹചര്യത്തിലും കപ്പലിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ക്യാപ്റ്റൻ. ഇതിനൊക്കെ നിങ്ങൾ മനസ്സ് വെച്ചാൽ അതിന് വേണ്ടതായ ശക്തി, കൃപ ദൈവം തരും. നമ്മൾ അത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അപ്പനും അമ്മയുമാകുന്നത്. മക്കൾ തെറ്റിപ്പോകുമ്പോൾ തിരുത്തിയെടുക്കുന്നതിന് ആദ്യം വേണ്ടത് സമചിത്തതയാണ്. ഇനി എന്താ ചെയ്യേണ്ടത്, എല്ലാം പോയേ എന്ന് പറയുന്നതല്ല. ആദ്യം ഒരു സമചിത്തത, നമ്മുടെ വികാരത്തെ വിവേകം കീഴ്പ്പെടുത്തണം. രണ്ടാമത് മാതാപിതാക്കളുടെ തികഞ്ഞ ഐക്യതയും കൂട്ടായ ശ്രമം വേണം, ടീം വർക്ക്. അല്ലാതെ ഒരു തെറ്റ് വരുമ്പോൾ മുമ്പേ പറഞ്ഞതുപോലെ നീയാടി അവളെ കളഞ്ഞത് എന്ന് ഭർത്താവ്, ഭാര്യയോ ഈ കടുത്ത സമയത്ത് ഒരു ഭാര്യ പറഞ്ഞതാ, അങ്ങേരാണ് എൻ്റെ മോനെ നശിപ്പിച്ചത്, അങ്ങേര് പേക്ഷിയെ അവൻ ആവശ്യപ്പെടുന്ന എല്ലാം കൊടുക്കും, അങ്ങനെ അവൻ നശിച്ചു പോയത്. ഒരിക്കലും ഈ സമയത്തിലല്ലാതെ പറയേണ്ടത്. മക്കൾ തെറ്റിപ്പോകുമ്പോൾ അപ്പനും അമ്മയും പരസ്പരം പരിചാഴികയല്ല വേണ്ടത്. ഈ വിഷയത്തിൽ തികഞ്ഞ ഐക്യതയും കൂട്ടായ ശ്രമവുമാണ് അവരെ വീണ്ടെടുക്കുന്നതിന് ആവശ്യമായത്. ആദ്യം നൽകേണ്ട മരുന്ന് നിരുപാധികമായ സ്നേഹം, അൺകണ്ടീഷണൽ ലവ്. നിങ്ങൾക്കറിയാമല്ലോ, ഒരു മനുഷ്യന്റെ ചങ്കിൽ ഒരു കമ്പി കുത്തിക്കയറി. ഈ സെന്റ് ജോൺസ് ഹോസ്പിറ്റലിൽ ചെന്നാൽ ഡോക്ടർ ആദ്യം എന്താണ് ചെയ്യുന്നത്?
ഒരു കൊട്ടുവിടെടുത്ത് തലക്കടിച്ചിട്ട് എടാ കമ്പ് ചങ്കി കയറി നിനക്ക് സൂക്ഷിക്കണ്ടായോ അങ്ങനെ പറയുമോ? ഇല്ല. ആ ഡോക്ടർ ആദ്യം ചെയ്യുന്നത് അവൻ്റെ അതിവേദനയ്ക്കൊരു ആശ്വാസം വരുവാൻ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്, അല്ലേ? അത് ആശ്വാസമുള്ളൊരു മരുന്നാണ്. ഈ ആശ്വാസത്തിന് മരുന്നിനെയാണ് നിരുപാധിക സ്നേഹം. ഒരു വ്യവസ്ഥയുമില്ലാതെ മക്കൾക്ക് കൊടുക്കേണ്ടതായ സ്നേഹം. അടുത്തതായിട്ട് ഡോക്ടർ എന്ത് ചെയ്യും? വിശദമായൊരു പരിശോധന നടത്തും. മൂന്നാമത് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കും. ഡോക്ടർ ഇങ്ങനെ പറയും, ഏതായാലും ഇപ്പോഴെങ്ങനെ വന്നതുകൊണ്ട് രക്ഷയായി, അല്പം കൂടെ കഴിഞ്ഞെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിവത് ചെയ്യാം, ശാന്തമായിരിക്കും, എല്ലാം നേരെയാകും. ഇതായിരിക്കും ഡോക്ടർ പറയുന്നത്. ഇതുപോലെ വേണം. നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോയാൽ നിങ്ങളൊരു വിധി കൽപ്പിക്കുകയല്ല വേണ്ടത്. പിന്നെയോ നിങ്ങൾ അവരെ ആദ്യം ഒരു വ്യവസ്ഥയില്ലാത്ത സ്നേഹം കൊടുക്കുക, കൊടുത്തിട്ട് ആശ്വാസത്തിന് മരുന്ന് പോലെ തന്നെ. രണ്ടാമത് എങ്ങനെ ഈ വിഷയത്തിൽ ആയിപ്പോയി എന്ന ഒരു പരിശോധന നടത്തുക. ഒരു ഡോക്ടർ അങ്ങനെ പരിശോധിക്കുമ്പോൾ ഈ വ്യക്തിയെ രക്ഷപ്പെടുത്തുവാനായി ഈ ചങ്കിൽ കയറിക്കൊണ്ടിരിക്കുന്നതായ കമ്പി പുറത്തെടുക്കുവാൻ വീണ്ടും കീറിമുറിക്കേണ്ടി വരും, സർജറി. അതും വേദന ഉളവാകുന്നതാണ്. ചിലവ് ഉണ്ടായ മുറിവിനേക്കാൾ അല്പം കൂടെ വലിയ മുറിവുണ്ടാക്കേണ്ടി വരും. എങ്കിലും ആ ഡോക്ടർ ആ രോഗിയെ പറഞ്ഞ് മനസ്സിലാക്കും. നിങ്ങൾ രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ഒരു സർജറി. നിങ്ങൾക്ക് മനസ്സാണെങ്കിൽ അതിന് ബുദ്ധിമുട്ട് താങ്ങാൻ നമുക്ക് കഴിയുമെങ്കിൽ അതിന് ചിലവ് കഴിയും, ഞാൻ ചെയ്യാം, നിങ്ങൾ രക്ഷപ്പെടുത്താം. ഇതുപോലെ മക്കളെ തിരുത്തിയെടുക്കുവാൻ അനിവാര്യമായ ചില നടപടികൾ വേണ്ടി വരും. അത് മക്കളോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ സമ്മതത്തോടെ ചെയ്യുക. നിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇന്നതുപോലെ ചെയ്യാൻ പോവുകയാണ്, നീ വഴങ്ങണം. നിന്നെ വിടുവിച്ചെടുക്കാൻ ഞാൻ ഇന്ന കാര്യം എടുക്കാൻ ചെയ്യാൻ പോവുകയാണ്, നീ അതിനോട് സഹകരിക്കണം എന്ന് പറഞ്ഞ് അവർ സമ്മതത്തോടെ ജീവനെ രക്ഷിച്ചെടുക്കുന്നവരായി തീരണം. കഷ്ടപ്പാടും സ്നേഹവും മറന്ന് നന്ദികെട്ടവരായി മക്കൾ തീർന്നതായ സാഹചര്യം വരും. ചിലപ്പോൾ മക്കൾക്ക് അമ്മയപ്പന്മാർ വേണ്ടാത്തവർ എന്നതിൽ എത്തിച്ചേർന്ന് വന്നേക്കാം. കഷ്ടപ്പാടിന്റെ കണക്ക് നമ്മൾ അവിടെ മുമ്പാകെ അവതരിപ്പിച്ച് നിനക്കെന്നെ ഇപ്പോൾ വേണ്ടല്ലോ, ഞാൻ നിനക്ക് വേണ്ടി എന്ത് കഷ്ടപ്പെട്ടാന്നറിയാമോ എന്നൊന്നും ആ മക്കളുടെ മുൻപാകെ കണക്ക് അവതരിപ്പിക്കാൻ പോയിട്ട് യാതൊരു കാര്യമില്ല. എല്ലാം കണക്കുകളും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇങ്ങനൊരു അവസ്ഥയിൽ കൂടെ വരുമ്പോൾ, മക്കൾക്ക് വേണ്ടാന്ന നിലയിൽ വരുമ്പോൾ ദൈവത്തോടുകൂടെ നടക്കുവാൻ നമ്മൾ സമയം എടുക്കുക. ആ ഭാരവും പേറി നടന്ന് തളർന്നു പോകരുത്, നിരാശപ്പെടരുത്. വേണ്ട എന്ന് തോന്നിയ മക്കളെക്കുറിച്ച് ഒരിക്കലും അവരോട് ഇവരോടും കുറ്റം പറഞ്ഞ് നടക്കരുത്. അവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും അവർ ചെയ്യാത്തതുമായ കാര്യം ചെയ്യുന്നുണ്ടെന്നേ മറ്റുള്ളവരോട് പറയാവൂ. 11 മണിയാകണം ഒരു ചായ കിട്ടാൻ, അതുവരെ നോക്കിയിരിക്കണമെന്നിരിക്കട്ടെ. രാവിലെ തണുപ്പത്ത് 7 മണിക്ക് ഒരു കട്ടൻ കാപ്പി തന്നെങ്കിൽ പക്ഷെ തരുന്നില്ല. പക്ഷെ വേറെ ആളോടും ഈ വയസ്സാം കാലത്തിന് കട്ടൻ കാപ്പി പോലും രാവിലെ തരുന്നില്ല എന്ന് പറയാതെ നിങ്ങൾ അന്യരെ കാണുമ്പോൾ പറയുക, എന്നെ മക്കൾ എന്നെ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് അവരുടെ ചെവിയിൽ ചെല്ലുകയും അങ്ങനെയെങ്കിലും അവരുടെ മനസ്സിന് ഒരു മാറ്റം വരികയും ചെയ്യും. നമ്മളങ്ങനെ മനഃപൂർവ്വം അവരെക്കുറിച്ച് നന്മ പറയുക, ഉള്ള അവസ്ഥയിൽ തൃപ്തിപ്പെടുവാൻ കൃപ ദൈവത്തിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുക. മക്കളെ ശപിക്കുകയോ ചെയ്യാതെ അവരോട് ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക. മക്കൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത നിസ്വാർത്ഥമായ സേവനത്തിന് ദൈവം പ്രതിഫലം തരും എന്ന നിലയിൽ ക്ഷമയോടെ കാത്തിരുന്ന സമാധാനത്തോടെ ഒരു യാത്രയ്ക്ക് ഒരുങ്ങണം. അതാണ് ചെയ്യേണ്ടത്. മക്കൾ തെറ്റിപ്പോയാൽ ആദ്യം വേണ്ട സമചിത്തത, അടുത്തത് സ്നേഹം. ഇതാണ് ആവശ്യം. ചിലപ്പോൾ അവര് നല്ലവരായിരിക്കുമ്പോഴും തെറ്റിപ്പോയപ്പോഴും അവരെ ഒരുപോലെ സ്നേഹിക്കുന്ന ഹൃദയം ഉണ്ടാകണം. ചിലരൊക്കെ മക്കൾ നന്നായിരിക്കുമ്പോൾ സ്നേഹം കൊണ്ട് തെറ്റിപ്പോയാൽ പിന്നെ കണ്ണിനെ കണ്ടുകൂടാ, നീ എൻ്റെ മകനല്ല, എന്നെ മകളല്ല, എൻ്റെ വീട്ടിൽ കയറണ്ട, നിനക്ക് ഒന്നും തരത്തില്ല, എവിടെയെങ്കിലും പൊയ്ക്കോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ല, അവരെ നല്ലവരായിരുന്നപ്പോൾ സ്നേഹിച്ചതുപോലെ അവർ തെറ്റിപ്പോയപ്പോൾ നമ്മൾ അവരെ സ്നേഹിക്കണം. നല്ലവരായിരുന്നപ്പോൾ അവിടെ അപ്പനും അമ്മയായിരുന്നതുപോലെ തെറ്റിപ്പോയപ്പോഴും നമ്മൾ അപ്പനന്മാരാണെന്നുള്ളത് ബോധം നമുക്കുണ്ടാകണം. ആ മനോഭാവമായിരിക്കണം നമ്മുടെ മാനദണ്ഡം. അതിന് പകരമായി അനുസരണ കെട്ടവളെ നിനക്കിത് വരേണ്ടതാ, നിന്റെ അഹങ്കാരം കൊണ്ടാടാ നീ ഇങ്ങനെ വന്നത് എന്ന് പറയല്ല വേണ്ടത്. നമ്മൾ അവരെ തെറ്റിതിരുത്തി മടക്കി വരുത്താനുള്ള വഴി കൊട്ടിയടക്കരുത്.
തെറ്റിനെ നമ്മൾ വെറുക്കുന്നുണ്ടായിരുന്നേക്കാം, അതിനെ അംഗീകരിക്കുന്നില്ലെന്ന് വരെങ്കിലും തെറ്റ് ചെയ്തു പോയ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അവിടെ പ്രവൃത്തി അംഗീകരിക്കുന്നില്ല, പക്ഷേ അവരെ നാം അംഗീകരിക്കുന്നു. നീ തെറ്റ് തിരുത്തിയാൽ നിന്നെ ഞാൻ സ്വീകരിക്കാം എന്നുള്ള സന്ദേശം നമ്മുടെ മക്കൾ നമ്മൾ കൊടുക്കണം. അങ്ങനെ മാത്രമേ അവരെ വല്ല വിധേനയും നേടിയെടുക്കാൻ കഴിയുള്ളൂ. എൻ്റെ മക്കൾക്ക് എവിടെയാണ് പാളിച്ച വന്നത്, അവരോടുള്ള ബന്ധത്തിൽ എനിക്ക് പാളിച്ച വന്നോ എന്ന് കണ്ടെത്തി നമ്മൾ അതിനെ പരിഹരിക്കുവാനുള്ള നിർദ്ദേശം സ്വയം നൽകുകയും പാളിച്ചകൾ വന്ന മക്കൾക്ക് വേണ്ട നിർദ്ദേശം കൊടുക്കുകയും ചെയ്യണം. വഴിതെറ്റുന്നവരുടെ തെറ്റിക്കുന്നവരുടെ വലയിൽ അവർ വീണുപോയിരിക്കാം. നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടാണ് എൻ്റെ മകൻ അങ്ങനെ പോയത്, എന്തുകൊണ്ടാണ് എൻ്റെ മകൾ അങ്ങനെ തെറ്റിയത്? ഞാൻ അവർക്ക് കൊടുക്കുന്നതിനേക്കാൾ അധികം സ്നേഹം എന്തായാലും അവരിൽ നിന്ന് കിട്ടുന്നു എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടാകുമല്ലോ, അല്ലെങ്കിൽ ആരും പോകത്തില്ലല്ലോ. അവിടെ എവിടെയാണ് തെറ്റിയത്? അപ്പനും അമ്മയായി ഞാൻ കൊടുക്കുന്ന സ്നേഹത്തെക്കാൾ, ഇത്രയും വളർത്തിയതായി ഞാൻ കൊടുത്ത സ്നേഹത്തെക്കാൾ അധികം സ്നേഹം ഏതോ ഒരു ദിവസം 3 ദിവസം പരിചയപ്പെട്ട 6 മാസം കൂടെ ജോലി ചെയ്ത ഒരു സുഹൃത്ത് കൊടുക്കുന്നു എന്നൊരു തോന്നൽ വന്നല്ലോ. അത് എന്തുകൊണ്ട് നാം കണ്ടുപിടിക്കണം. നൊന്ത് പ്രസവിച്ച് ഇത്രയും വളർത്തി പഠിപ്പിച്ച് കഷ്ടപ്പെട്ടതായ ഈ മകൻ, ഞാൻ വിവാഹം കഴിക്കട്ടെ മമ്മി പപ്പ എന്ന് ഒരു വാക്ക് ചോദിക്കാതെ ഇഷ്ടമുള്ള ഒരു പെൺകുട്ടി വിവാഹം കഴിക്കുന്നെങ്കിൽ, ഇത്രയും കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്ത് വളർത്തിക്കൊണ്ടതായ പെൺകുട്ടി ഒരു വാക്ക് പോലും നമ്മളോട് പറയാതെ പെട്ടെന്നൊരു നാളിൽ ഒരു പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നെങ്കിൽ സ്വയം ചിന്തിക്കണം, എനിക്ക് എവിടെങ്കിലും തെറ്റിയോ? തെറ്റുകാരായിരിക്കണമെന്നില്ല, എങ്കിലും ചോദന ചെയ്യണം. എന്നെക്കാൾ അധികം സ്നേഹം അവർ കൊടുക്കുന്നു എന്നൊരു തോന്നൽ എങ്ങനെ സംഭവിച്ചു? എൻ്റെ സ്നേഹത്തിന് കുറവുണ്ടെന്നൊരു തോന്നൽ വന്നില്ലേ? അതിന് നമ്മൾ തിരുത്തണം. കാരണം സ്നേഹം എങ്ങോട്ട് കൂടുതൽ അങ്ങോട്ട് ചായി. നിങ്ങൾക്കറിയാം, ഒരു ത്രാസിൻ്റെ ഒരു തട്ട്, ത്രാസിൻ്റെ ഈ തട്ടിൽ ഇവിടെ ഒരു കട്ടിയിരിക്കുന്നു, ഇവിടെ ഒരു സാധനം ഇരിക്കുന്നു. ഈ സാധനം ഇവിടെ ഈ ഭാഗം ഉയർന്നിരിക്കുക. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ 1 കിലോ കട്ടി, ഇവിടെ ഇരിക്കുന്ന സാധനം 600 ഗ്രാമേ ഉള്ളൂ. അപ്പോൾ 1 കിലോ കട്ടിയുള്ള ഭാഗം താണും, അതിനേക്കാൾ ഭാരം കുറഞ്ഞത് പൊങ്ങി നിൽക്കുക. അവസാനം ഈ ഭാഗം പൊക്കാനുള്ള മാർഗം എന്തുവാ? ഇവിടെ 1.5 കിലോ സാധനം വയ്ക്കുക. അപ്പോൾ 1 കിലോ കട്ടിയുടെ ത്രാസ് തനിയെ പൊങ്ങിക്കോളും. നിങ്ങളുടെ മക്കൾക്ക് അന്യർ കൊടുത്തതിനേക്കാൾ അധികം സ്നേഹവും കരുതലും തെറ്റിപ്പോയ വിശേഷമെങ്കിലും കൊടുക്കാമെങ്കിൽ നമുക്കവരെ വീണ്ടെടുത്തുകൊണ്ട് വരാനായിട്ട് കഴിയും. സ്നേഹത്താൽ, ക്ഷമയാൽ, ദീർഘക്ഷമയാൽ, സഹിഷ്ണുതയാൽ, ദീർഘവീക്ഷണത്തിനല്ലാതെ നമുക്ക് അവരെ രക്ഷപ്പെടുത്താവതല്ല. വിധിച്ചു തള്ളാൻ എളുപ്പമുണ്ട്. മദർ തെരേസ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റുള്ളവരെ വിധിക്കുവാൻ നടന്നാൽ നിങ്ങൾക്കവരെ സ്നേഹിക്കുവാൻ സമയം കിട്ടില്ല എന്ന്. വിധിക്കുകയല്ല, പിന്നെയോ സമചിത്തതയോടെ പരിഹരിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കണം. തെറ്റുകാരെ ലോകം കൈവിടും, ഒറ്റപ്പെടുത്തും. അതിൻ്റെ കൂടെ അപ്പനും അമ്മയും കൂടെ കൈവിട്ടാൽ പിന്നെ അവരെ ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ നഷ്ടപ്പെടും. മനുഷ്യർക്കും നഷ്ടപ്പെടും, ദൈവത്തിനും നഷ്ടപ്പെടും. അതുകൊണ്ട് മക്കൾ വഴിതെറ്റിയാൽ വീണ്ടെടുക്കുന്നതിനും അവർ തെറ്റിലകപ്പെടാതിരിക്കുന്നതിനും പ്രധാനമായി നമുക്ക് വേണ്ടുന്നത് മക്കളുമായി അമ്മയപ്പന്മാർക്ക് ഒരു ഊഷ്മളമായ ബന്ധം ഉണ്ടായിരിക്കണം. അതായത് ഒരു 12 വയസ്സ് കഴിഞ്ഞാൽ അമ്മ മകൾക്ക് ഒരു ഉത്തമ സുഹൃത്തായിരിക്കണം. ഒരപ്പൻ മകന് ഒരു നല്ല സുഹൃത്തായിരിക്കണം. 12 വയസ്സ് വരെ ചെറുപ്രായത്തിൽ നമ്മളെ ശാസിക്കുകയോ അല്പം ശിക്ഷിക്കുകയോ കണ്ണുരുട്ടുകയോ ഇത്ര ഗൗരവമായി നടത്തുകയോ ചെയ്തെന്ന് വന്നേക്കാം. 10-12 വയസ്സ് കഴിഞ്ഞാൽ ഒരമ്മ മകൾക്ക് ഒരു ഉത്തമ സുഹൃത്തായിരിക്കണം, അപ്പൻ മകനും. എന്തുകൊണ്ടെന്നാൽ അവരുടെ അഭിപ്രായങ്ങൾ, ആവശ്യങ്ങൾ നമ്മളോട് തുറന്നു പറയാനുള്ളതുമായ സ്വാതന്ത്ര്യം അവർക്ക് നമ്മൾ കൊടുത്തിരിക്കണം. നമ്മളോട് അവരുടെ വിഷയങ്ങൾ തുറന്നു പറയാൻ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരുന്നാൽ, ഭയം കൂടാതെ ആശയവിനിമയം ഇല്ലാതിരുന്നാൽ ആരംഭത്തിലെ അറിഞ്ഞാൽ പരിഹരിക്കാവുന്ന വിഷയങ്ങൾ വൻ പ്രശ്നങ്ങളായിട്ട് മാറും. ചില അപ്പനമ്മമാർ ചില വിഷയം എന്ന് പറയണം, അയ്യോ ഇത് ഞാൻ തുടക്കത്തിലേ അറിഞ്ഞെങ്കിൽ എങ്ങനെയെങ്കിലും ഞാൻ തടഞ്ഞേനെന്ന്. എന്തുകൊണ്ട് തുടക്കത്തിൽ അറിഞ്ഞില്ല? എന്തുകൊണ്ട് സൂചന കിട്ടിയില്ല? ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മ തിന്മകൾ, ഉയർച്ചകൾ താഴ്ചകൾ, പരാജയങ്ങൾ വിജയങ്ങൾ, അനുകൂല
ആ പെരുമാറ്റം, പ്രതികൂല പെരുമാറ്റം, ഇത് നമ്മളോട് തുറന്നു പറയത്തക്ക സ്വാതന്ത്ര്യം കൊടുത്തില്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയില്ലായിരുന്നു, ഞാൻ ആദ്യം ഇത് അറിഞ്ഞെങ്കിൽ എന്ന് പറയുന്നതിന് പകരം അങ്ങ് സംഭവിക്കാതിരിക്കുവാൻ അവരുമായി ഊഷ്മളമായ ബന്ധമുണ്ടായിരിക്കണം. പ്രത്യേകിച്ച് പെൺകുട്ടികൾ അവരുടെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിച്ചാൽ തുറന്ന് പറയണമെന്ന് പെൺമക്കളെ അമ്മമാർ നന്നായി പഠിപ്പിച്ചിരിക്കണം. എത്ര വയസ്സ് മുതലാണെന്നറിയാമോ? ഏറ്റവും കുറഞ്ഞൊരു 3 വയസ്സിനാവും പഠിപ്പിച്ചിരിക്കണം. അതാണ് ഇന്നത്തെ കാലം. അങ്ങനെ തുറന്നു പറയാൻ പഠിപ്പിക്കുകയും കുറഞ്ഞപക്ഷം ഒരു മകളോട് അമ്മയ്ക്കെങ്കിലും അങ്ങനെ ഒരു ബന്ധം ഇല്ലാതിരുന്നാൽ ആ കുട്ടി അകന്നകന്നകന്ന വലിയ ഗർത്തത്തിൽപ്പെട്ടാൽ പോലും നമ്മൾ അറിഞ്ഞില്ല എന്ന് വരും. മാത്രമല്ല, ഏത് വിഷയത്തിലും കുട്ടികൾ ഇപ്പോൾ കളിക്കുന്നിടത്ത് വീണ് ഒരു ഗുരുതരമായി പരിക്കേറ്റു, ക്ഷതം പറ്റിയെന്നിരിക്കട്ടെ, വീട്ടിൽ പറഞ്ഞാൽ അപ്പൻ തല്ലും, നെഞ്ചു പിടിച്ച് വീണു, വീട്ടിൽ പറയാമെങ്കിൽ അപ്പൻ കൊല്ലും, മുന്നണ്ട നെഞ്ചു തിരുമങ്ങ് നടക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രയാസം ഉണ്ടായി, നേരത്തെ പറഞ്ഞെങ്കിൽ ചെറിയ ഏതെങ്കിലും ഒരു ട്രീറ്റ്മെന്റിലൂടെ പരിഹരിക്കാം. പറയാതിരിക്കുന്നതിനാൽ മറച്ചുവെച്ച് വളർന്ന ഒരു പ്രായം കഴിയുമ്പോൾ അവർ വികലാംഗരോ സ്ഥിരം രോഗികളോ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും കാര്യം അറിയാതെ പോയി വൻപ്രശ്നമായി തീരാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യമേ അറിയത്തക്കവണ്ണം അവരോട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരിക്കണം. എൻ്റെ മകൾക്ക്, എൻ്റെ മകന് എന്ത് സംഭവിച്ചാലും ഞാൻ കൂടെ കാണുമെന്ന് നമ്മളുടെ മുഖത്ത് നോക്കി തറപ്പിച്ച് പറയണം. വിശ്വാസം വരുമാറ് പറയണം. എൻ്റെ മകളെ, നിനക്ക് എന്ത് സംഭവിച്ചാലും, നീ എത്ര വന്നബദ്ധം ചെയ്താലും മമ്മി നിന്റെ കൂടെ കാണും. മോനെ, നിനക്ക് എന്ത് സംഭവിച്ചാലും പപ്പയോട് തുറന്നു പറയണം, കൂടെ കാണും എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞ് അവിടെ വിശ്വാസം ആർജിച്ചെടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒന്നും മറച്ചു വയ്ക്കുകയില്ല. നമുക്ക് ആ ആത്മവിശ്വാസം അവർക്ക് നൽകും, മനസ്സടുപ്പ് നൽകും. അതുകൊണ്ട് നമുക്കത് വീണ്ടെടുക്കാൻ കഴിയും. ഇനി ഒരു പ്രധാന വിഷയം പറയുന്നു. എല്ലാ മനുഷ്യർക്കും, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഒരു മെന്റർ ഉണ്ടായിരിക്കണം. മെന്റർ മീൻസ് ഒരു ഉപദേഷ്ടാവ്, സ്വാധീനമുള്ളൊരു ഉപദേഷ്ടാവ്. ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏതെങ്കിലും തിന്മയിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ചരട് ഒരാളേക്ക് കൊടുക്കണം. ഇതില്ലാതെ പോയാൽ ദോഷമാണ്. ഉദാഹരണം, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ഒരാൾ നിങ്ങൾ കണ്ടെത്തണം. അതൊരു നിങ്ങളുടെ ബന്ധുക്കളാകാം, ഗുരുക്കന്മാരാകാം, ശുശ്രൂഷകരാകാം, ആരുമാകാം. ആ ഒരു വ്യക്തിയെ മുൻനിർത്തി നിങ്ങൾ കുടുംബത്തിൽ ഏത് വിഷയത്തിൽ തീരുമാനിച്ചാലും ഏറ്റവും ഉള്ള വ്യക്തിയെ വിളിച്ച് ചോദിക്കുക. അവർ നോ എന്ന് പറഞ്ഞാൽ വേണ്ടേ വേണ്ട, യേസ് എന്ന് പറഞ്ഞാൽ ചെയ്യുക. അങ്ങനെ നിങ്ങൾ വളർന്നാൽ നിങ്ങളുടെ മക്കളെ എങ്ങനെ പരിചയപ്പെടുത്താൻ കഴിയും? അതുകൊണ്ട് ഗുണമെന്താണെന്നറിയാമോ? നിങ്ങളുടെ മക്കൾ ഒരു വിഷയത്തിൽ അരുതാത്തൊരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. സപ്പോസ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആ വിദേശത്ത് പോകുകയാണ്. അത് പോയാൽ കുഞ്ഞിന് ദോഷമാണെന്ന് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, കൂട്ടുകാർ പറഞ്ഞ് കേൾക്കുന്നു, ആരും പറഞ്ഞ് കേൾക്കുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ഉപദേഷ്ടാവിനെ വളർത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ പറയുക, നമുക്ക് പപ്പായും മമ്മിയെയും രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു പാസ്റ്ററുണ്ട്. ഏത് കാര്യവും അദ്ദേഹത്തെ വിളിച്ചു പോയി അദ്ദേഹം പോകാൻ പറഞ്ഞാൽ മോൻ പൊയ്ക്കോ, അല്ലെങ്കിൽ വേണ്ട. നിങ്ങൾ തന്നെ അങ്ങനെ പലപ്പോഴും വിളിക്കുകയും ബന്ധപ്പെടുകയും പ്രാർത്ഥിപ്പിക്കുകയും ഉപദേശം വാങ്ങുകയും ചെയ്ത ശീലമുണ്ടെങ്കിലേ കീഴ്പ്പെടും. ലാസ്റ്റ് ആ വ്യക്തിയെ വിളിച്ചു ചോദിച്ച്, മോനെ ഇത് നന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല, പോകണ്ടെന്ന് പറഞ്ഞാൽ കീഴ്പ്പെടും. അങ്ങനെ ഒരാൾ ഇല്ലാതെ പോയാൽ എങ്ങനെ അവരെ നാം അവസാനമായി രക്ഷിച്ചെടുക്കുന്ന എൻ്റെ ചോദ്യം. എല്ലാ മനുഷ്യർക്കും ഒരു ഉപദേശകൻ ഉണ്ടായിരിക്കണം. അത് നിങ്ങളെ നന്നായി അറിയാവുന്ന, മക്കളെ നന്നായി അറിയാവുന്ന, സാഹചര്യം അറിയാവുന്ന, സ്വഭാവം നിങ്ങളുടെ ബലവും ബലഹീനത അറിയാവുന്ന, പോഷത്വവും ജ്ഞാനവും അറിയാവുന്ന, നിങ്ങൾക്ക് ശരിയായ ഒരു ഉപദേശം കൊടുക്കാൻ പ്രാപ്തനായ, നിങ്ങൾ പങ്കിടുന്ന വിഷയങ്ങൾ പുറത്തുവിടാതെ വിശ്വസ്തയോടെ കൈകാര്യം ചെയ്യുന്ന, ആത്മീകനായ, വിവേകമുള്ള, പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പരീക്ഷിച്ച് ഉറപ്പുവരുത്തി അങ്ങനെ ഒരാളെ നിങ്ങളുടെ ഒരു ഉപദേഷ്ടാവായി, മെന്ററായിട്ട് നിങ്ങൾ സ്വീകരിക്കണം.
നിങ്ങളുടെ മക്കൾക്കും അതുണ്ടായിരിക്കണം. എപ്പോഴും ഇവരോട് പറയണം, ഈ കാര്യമോ, എന്ത് വിഷയം പഠിക്കണം, അത് ഞാൻ അതിന് പഠിക്കാൻ പോവാ, ഇതിന് പഠിക്കാൻ പോവാ, എൻ്റെ കൂട്ടുകാരൻ അങ്ങനെ പോവുക, കൂട്ടുകാരിങ്ങനെ പോവുക. ശരി മോനെ, നല്ലതാ, അങ്ങനെ നല്ലതാ, അത് നല്ലതാണ് എന്നതാണ്. പിന്നെ ഒരു കാര്യം, നമുക്ക് ഇന്നാരോട് ചോദിച്ചിട്ട് അവർ പറയുന്നെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് കുട്ടി തെറ്റിലേക്ക് പോകും മുമ്പ് അവരെ തിരുത്താൻ ഒരു വ്യക്തിയെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ്. അത് മുതിർന്നവർക്കും ആവശ്യം, കുഞ്ഞുങ്ങൾക്കും ആവശ്യം. ഒടുവിലായിട്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നത് മക്കളെ ലക്ഷ്യത്തോടെ വളർത്തേണ്ട ആവശ്യകതയെ സംബന്ധിച്ചാണ്. ഒരു പ്രത്യേക ലക്ഷ്യം വെച്ച് മക്കളെ വളർത്തിയെടുക്കണം. എഞ്ചിനീയർ പഠിപ്പിച്ചാൽ എഞ്ചിനീയർ ആകും, മെഡിസിൻ പഠിപ്പിച്ചാൽ ഡോക്ടർ ആകും, നഴ്സിംഗ് പഠിപ്പിച്ചാൽ നേഴ്സാകും, TTCയോ BEd പഠിപ്പിച്ചാൽ ഒരു ടീച്ചറാകും. പക്ഷേ ഒരു നല്ല കുടുംബനാഥനോ കുടുംബനായികയോ ആകണമെന്നില്ല. ഒരു നല്ല സഹോദരൻ, നല്ല സഹോദരി, ഒരു നല്ല അപ്പൻ, നല്ല ഉത്തമനായ ഒരു ഭർത്താവ്, ഉത്തമയായ ഒരു ഭാര്യ, ഇങ്ങനെയായി തീർന്നെങ്കിൽ മാത്രമേ ജീവിതം വിജയമായി തീരുകയുള്ളൂ. ഇതിനുള്ള പരിശീലനം കുടുംബത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഇതിനെ കുടുംബ കോഴ്സ് എന്ന് പറയും. ഉദാഹരണം, പരസ്പര സ്നേഹവും പരസ്പര ബഹുമാനം പുലർത്തുന്ന ദമ്പതികളുണ്ടായിരുന്നു. അവർക്ക് LKG പഠിക്കുന്ന ഒരു മകളുണ്ടായിരുന്നു. ഒരു നാള് മകള് മമ്മിയോട് പറഞ്ഞു, മമ്മി എനിക്ക് കല്യാണം കഴിക്കണം. LKG പഠിക്കുന്ന മോളാ. മമ്മി ചോദിച്ചു, ശരി മോളെ, ആരെയാണ് കല്യാണം കഴിക്കുന്നത്? മമ്മിയുടെ കഴുത്തിൽ കെട്ടിപ്പിടിച്ചിട്ട് പറയുകയാണ്, മമ്മിയെ. ബാലിശ്യം തോന്നാം. ഇതിലടങ്ങിയിരിക്കുന്നതായ ആ വിഷയം എന്താണെന്നറിയാമോ? അവളുടെ റോൾ മോഡൽ അവളുടെ അമ്മയാണ്. ഒരു ഭാവി വധു എൻ്റെ മമ്മിയെപ്പോലെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മകനും, എൻ്റെ ഭാവി വരൻ എൻ്റെ പപ്പയെപ്പോലെ ആയിരിക്കണമെന്ന് നിങ്ങളുടെ മകളും പറയുവാനിടയാകുന്നെങ്കിൽ നിങ്ങൾ വിജയിച്ചു. ഒരിക്കലും കൂടെ പറയാം, നിങ്ങളുടെ സമ്പൂർണമായ മാതൃകയാണ് മക്കളുടെ ഏറ്റവും വലിയ സമ്പത്ത്. ഒരു അപ്പനെന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ, കുടുംബനാഥനെന്ന നിലയിൽ നിങ്ങൾ സ്തുത്യർഹമായി മാതൃക കാണിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഒരു മകൾ ഉള്ളിൽ ചിന്തിക്കും, ഞാൻ പ്രായമായി വിവാഹം കഴിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന ഭർത്താവ് എൻ്റെ പപ്പയെ പോലുള്ള ഒരാളായിരിക്കണം. അങ്ങനെ പറയിപ്പിക്കത്തക്കവണ്ണം നിങ്ങൾക്ക് ജീവിക്കുവാനും വളർത്താനും കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. ഒരു പെൺകുട്ടിയോ ഒരു മകനോ ഉള്ളിൽ ചിന്തിക്കുക, ഞാൻ പ്രായമാകുമ്പോൾ വിവാഹം കഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ മമ്മിയെ പോലുള്ളൊരു സ്ത്രീയായിരിക്കണം. ആ സ്വഭാവങ്ങൾ ഓരോന്നും മനസ്സിൽ താലോലിച്ച അങ്ങനെ പറയാൻ മക്കൾക്ക്, മകനോ മകൾക്കോ ഇടയാകുന്നെങ്കിൽ നിങ്ങളുടെ രക്ഷകർത്തൃത്വത്തിൽ, പേരന്റിങ്ങിൽ വിജയം വരിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. സെക്യുലർ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പോലെ തന്നെ നമ്മൾ ഡിവൈൻ എഡ്യൂക്കേഷൻ കൊടുക്കണം. അല്ലെങ്കിൽ ലോകപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസവും കൊടുക്കുന്നവരായി തീരണം. ഞായറാഴ്ച ട്യൂഷന് വിട്ടാൽ, അല്ലെങ്കിൽ പഠിക്കുവാനായി വീട്ടിലാക്കിയിട്ട് നിങ്ങൾ ആരാധനയ്ക്ക് വന്നാൽ വഴി തെറ്റുന്നത് നിങ്ങൾക്കാണ്, അത് കഴിഞ്ഞ് നിങ്ങളുടെ മക്കൾക്ക്. ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാനായിട്ട് പാടില്ല. സൺഡേ സ്കൂൾ, ആരാധന, ഇതിൽ പങ്കെടുക്കുന്നതിനാൽ മാർക്ക് കുറയുന്നെങ്കിൽ അതിൽ നിങ്ങൾ തൃപ്തിപ്പെടുകയും മക്കളെ തൃപ്തിപ്പെടാൻ പഠിപ്പിക്കുകയും ചെയ്യണം. ഈ ഞായറാഴ്ച ആരാധനയും സൺഡേ സ്കൂളുടെ മുടക്കി എൻ്റെ മോള് 99% മാർക്ക് മേടിക്കുന്നതിനേക്കാൾ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് 79 കിട്ടുന്നതിന് അത് മതി മകളെ, അതിനാൽ ഉണ്ടാകുന്ന ഒരു നന്മ നിനക്ക് മതി എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും നമ്മൾ സ്വയം ബോധ്യപ്പെടുകയും ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് അവരെ ശരിയായ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്നത്. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ് ഞായറാഴ്ച ജോലി ചെയ്തും വാഹനം ടാക്സി ഓടിയും വ്യാപാരം ചെയ്തും പണം ഉണ്ടാക്കിയാൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകും. ലോകത്തിൽ അവരൊരു പക്ഷേ ചെറിയവരായിരുന്നാലും ഒരു ദൈവസന്നിധിയിൽ വലിയവരായി തീരട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 എന്ന വാക്യങ്ങളിൽ സ്നാപ യോഹന്നാനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. വായിച്ചാട്ടെ. നിനക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാകും, അവന്റെ ജനനത്തിങ്കൽ പലരും സന്തോഷിക്കും, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. അവന്റെ ജനനത്തിങ്കൽ
പലരും സന്തോഷിക്കും. അടുത്തത്, അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ലോകത്തിലൊപ്പം ചെറുതായി പോയാലും കർത്താവിന്റെ സന്നിധിയിൽ വലിയവരാകണം എന്ന ചിന്ത നിങ്ങൾക്കും അത് മതിയെന്നുള്ള ചിന്ത മക്കളിലും ഉരുവാകണം. സ്വർഗം, നരകം, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലേ മക്കളെ പഠിപ്പിച്ചിരിക്കണം. ഈ ലോകം നശ്വരമാണ്. ഇവിടെ എന്തെല്ലാം നേടിയാലും ഏതെല്ലാം ആയാലും ഈ ലോകം നശ്വരമാണ്. ഒരു നിത്യതയുണ്ട്. യേശുക്രിസ്തുവിന് വീണ്ടും വരവുണ്ട്. നാം ഒരുങ്ങണം. ഇവിടെ ഒരു എതിർക്രിസ്തുവിന് ഭരണമുണ്ട്. അതൊരു ഭീകര ഭരണമാണ്. ഇവിടെ ഒരു പീഡാകാലമുണ്ട്. ഇതെല്ലാം വളരെ ചെറുപ്പത്തിലെ തന്നെ മക്കൾ കേട്ടു വളരുവാൻ ഇടയായിത്തീരണം. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച ദൈവമക്കളായി തീർന്നവരിൽ 86% 15 വയസ്സിന് മുമ്പ് രക്ഷിക്കപ്പെട്ടവരാണ് പോലും. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ രക്ഷാനിർണയം പ്രാപിച്ചോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നന്നേ ചെറുപ്പത്തിൽ തന്നെ ഉറപ്പ് വരുത്തണം. അതല്ലാതെ സ്കൂളിൽ വിടുന്നുണ്ട്, ആരാധന എൻ്റെ കൂടെ വന്നിരിക്കുന്നുണ്ട്, അവിടെ ബൈബിൾ വായിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് മാത്രം ജീവിക്കരുത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കർത്താവിനായ ഹൃദയം കൊടുക്കുവാനും പ്രാപ്തിയാകുന്ന സമയമെന്നോ അന്ന് തന്നെ കർത്താവ് രക്ഷിതാവായി സ്വീകരിക്കത്തക്കവണ്ണം നമ്മളൊരു ഒരുക്കണം. അങ്ങനെ ഒരു പ്രായം കഴിഞ്ഞിട്ടും അങ്ങനെ ഒരു തീരുമാനത്തിൽ വന്നില്ല എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിന് പ്രാപ്തരെ ആരോക്കുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിപ്പിച്ച് അവരെ രക്ഷാനിർണയത്തിലേക്ക് കൊണ്ടുവരണം. അതാവശ്യമാണ്. TV-യുടെ മുൻപിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഗെയിംസിനൊക്കെ അടിമകളായി ഇരിക്കുന്നതായ കുഞ്ഞുങ്ങൾ, മാതാപിതാക്കളോട് മത്സരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ നരകത്തിൽ കിടക്കുന്നതായി അടുത്ത കാലങ്ങളിൽ ദർശനം കാണുന്നവർ കാണുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇല്ലാതെ ഇതൊക്കെ മുതിർന്നവരുടെ കാര്യമാണ്, സ്വർഗോപരോഗത്തിൽ അപ്പൂപ്പനാകുമ്പോൾ വിഷയമാ. ഇല്ല, ദുഃഖകരമായ കാര്യം പറയുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞാലും ഏത് പ്രായത്തിൽ ലോകം വിട്ട് കടന്നു പോകുമെന്ന് അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് കാര്യഗ്രഹിക്കാൻ വയസ്സായാൽ രക്ഷാനിർണയത്തിലേക്ക് അവരെ കൊണ്ടുവരണം. ചെറുപ്പത്തിലെ രക്ഷാനിർണയത്തിലേക്ക് അവരെ നയിക്കുമെങ്കിൽ പിന്നീട് എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ അവരുടെ ജീവിതത്തിൽ വരാം. പോകുമ്പോഴോ വരുമ്പോഴോ കുട്ടികളുടെ തെറ്റുകൾ കുറ്റങ്ങൾ വരാമെങ്കിലും അവരുടെ ആ രക്ഷാനിർണയത്തിന് ഓർമ്മ, കർത്താവിനായ ഹൃദയം കൊടുത്തിന് ഓർമ്മ ഒരു നല്ല അന്ത്യഘട്ടം അവർക്ക് കൊടുക്കും. ഒരു ഉദാഹരണം കേൾക്കണമോ? ഒരു വീട്ടിൽ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി പ്രായമായി മരണക്കിടക്കയിൽ, മക്കളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്. എന്നാൽ പിതാവിന് ഒരു പ്രത്യാശയുമില്ല, സന്തോഷവുമില്ല. നിരാശയോടെ മരിക്കുമെന്ന നിലയിലാണ്. ഈ മക്കൾ വളരെ ദുഃഖിച്ചു. ഈ നിലയിൽ അപ്പൻ മരിച്ചാൽ സ്വർഗത്തിൽ കാണത്തില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവരൊരു സുവിശേഷകനെ അറിയിച്ചു, ദയവായി വന്ന് നിങ്ങളുടെ പിതാവിനോട് നിത്യതയെക്കുറിച്ചും പ്രത്യാശയെക്കുറിച്ചൊന്ന് പറയണമെന്ന് പറഞ്ഞു. ആ ശുശ്രൂഷകൻ വന്ന് ഒത്തിരി കാര്യമൊക്കെ പറഞ്ഞു. ആ അപ്പച്ചൻ ഭാഗ്യവാനാണല്ലോ, ഇത്രയും പ്രായം വരെ ആയുഷ് തന്നല്ലോ, മക്കളെ തന്നല്ലോ, അവരുടെ നന്മ ഇതൊക്കെ പറഞ്ഞു. മുഖത്തിനൊന്നും ഒരു പ്രത്യാശയുമില്ല. ഒടുവിൽ ഇദ്ദേഹം പ്രാർത്ഥിക്കാൻ നിന്നിട്ട് ഒരു പാട്ട് പാടി. ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം പാപക്കറ നീക്കുമതിൽ മുങ്ങി തീർന്നാലാരും എൻ പേർക്കേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാപക്കറ എന്നിൽ നീക്കാൻ രക്തം ചിന്തിയേശു. ഈ പാട്ട് പാടി തീരുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ കണ്ണുകളെല്ലാം വിടർന്നു. അദ്ദേഹം ചിരിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ സൺഡേ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ച ഒരു പാട്ടാ, ഞാൻ എൻ്റെ ഹൃദയവേശിയൊരു കൊടുത്തതാ. കർത്താവിന്റെ പാവങ്ങളെല്ലാം ക്ഷമിച്ച് എൻ്റെ പേര് ജീവന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ ഹൃദയം കൊടുത്തത് ഓർമ്മ വരികയും ഇടക്കാലിൽ വന്ന ദൈവസ്നേഹത്തിന്റെ കുറവുകളെ പരിഹരിച്ച്
സന്തോഷത്തോടെ, രക്ഷാന്ന് ഉറപ്പോടെ, പ്രത്യാശയോടെ നല്ലൊരു അവസാനമുണ്ടായി. ചെറുപ്പത്തിൽ തന്നെ മക്കളെ രക്ഷയിലേക്ക് നയിക്കുമെങ്കിൽ പിന്നീട് ചില വ്യതിയാനങ്ങൾ വന്നാൽ പോലും കുറെ ചാഞ്ഞും ജരിഞ്ഞും ആടിയും ഉലഞ്ഞ ശേഷം മക്കളുടെ ജീവിതമാകുന്ന കപ്പൽ സ്റ്റഡിയാകും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രക്ഷിക്കപ്പെട്ടവരെ ജലസ്നാനത്തിന് ആവശ്യം മനസ്സിലാക്കി ഇതിലേക്ക് നയിക്കണം. ഒരുപാട് പ്രായപൂർത്തിയായ മക്കളെ പോലും ചില പിതാക്കന്മാർ പറഞ്ഞുകൊണ്ട് ഞാൻ മുങ്ങാനും ഒന്നും എൻ്റെ പിള്ളേരെ നിർബന്ധിക്കത്തില്ല. അവർക്ക് എപ്പോൾ അതിനാവശ്യബോധം വരുന്നോ അവർ തനിയേ ചെയ്തോട്ടെ. കൊച്ചുപ്രായത്തിൽ കുഞ്ഞ് പാല് കുടിക്കാതെയും ആഹാരം കഴിക്കാതിരുന്നപ്പം വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്ന് ജീവിച്ചോ? ഇല്ലല്ലോ. അതിനറിഞ്ഞുകൂടാ. വിശപ്പ് പോലും അറിഞ്ഞിട്ട് കരയാൻ മാത്രം അറിയാം. ആ സമയത്ത് അറിയാത്ത കാര്യം പറഞ്ഞുകൊടുത്ത് നിർബന്ധിച്ച് മോനെ നീ മധുരമുള്ളത് മാത്രം കഴിച്ചാൽ പോരാ, നീ പാവയ്ക്കായി അല്പം കൂട്ടണം, അതിന് ചില ഇങ്ങനെ ഗുണമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ നമ്മൾ നിർബന്ധിച്ചില്ലേ? ആത്മീയ കാര്യത്തിൽ മാത്രം വേണമെങ്കിൽ ബോധ്യപ്പെടുമ്പം ഗുരുതരമായ വീഴ്ചയാണ്. ആത്മീയ കാര്യങ്ങളും അവരെ പറഞ്ഞു കൊടുക്കുകയും ഒരളവ് വരെ നമ്മൾ അവരെ നിർബന്ധിക്കുക ചെയ്യേണ്ട സ്നാനമേൽക്കണം, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. ഒരിക്കൽ DL മൂടി ഒരു പൊതുസ്ഥലത്ത് ഒരു കപ്പ് എടുത്തു വെച്ചിട്ട് താന് പറഞ്ഞു, ഈ കപ്പ് നിറയെ വായുവാണ്, ഈ വായുവിനെ എങ്ങനെയാണ് പുറത്തെടുക്കാൻ കഴിയുന്നത്? ഓരോരുത്തരും അഭിപ്രായം. ഒരാൾ പറഞ്ഞു ഒരു പൈപ്പിട്ട് വലിച്ച വായു വലിച്ചെടുക്കാം. പലരും പല അഭിപ്രായം പറഞ്ഞു. എന്നാൽ ഒടുവിൽ താൻ എന്ത് ചെയ്തു? ഒരു വെള്ളമെടുത്ത് ആ കപ്പിനകത്ത് നിറച്ചൊഴിച്ചു. എന്നിട്ട് പറഞ്ഞു ഇതാ വായു എല്ലാം പുറത്തായി. അഥവാ ക്രിസ്തുവിനാൽ ഒരു വ്യക്തി നിറയ്ക്കപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് നിറയ്ക്കപ്പെടുമ്പോൾ അകത്തുള്ള അന്യമായതെല്ലാം പുറത്തു പോകും. നമ്മുടെ മക്കളെ നാം പരിശുദ്ധാത്മാഭിഷേകത്തിലേക്ക് വഴി നടത്തണം. അത് നമ്മുടെ ഒരു കടമയാണ്. അതാ അവരുടെ സമയത്ത് അവർക്ക് തോന്നുന്നതിലാകട്ടെ എന്ന് പറഞ്ഞ് ഒഴിയുന്നത് ഒരു പാപം തന്നെയാണ്. നാം നിത്യതയ്ക്കായി അവരെ ഒരുക്കുന്നവരായിത്തീരണം. നാം അവരെ നിത്യതയിലേക്ക് എന്ന ലക്ഷ്യത്തോടുകൂടെ വളർത്തണം. അതുകൊണ്ടാണ് ഇയ്യോബ് ഇങ്ങനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മക്കൾ എന്നെ ചുറ്റുവിരിക്കുകയും, ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ, എൻ്റെ മക്കൾ എന്നെ ചുറ്റുവിരിക്കുകയും സർവ്വശക്തനോട് വസിക്കുകയും ചെയ്തതായ കാലത്തിലേക്ക് മടങ്ങി ബന്ധുക്കൾ കൊള്ളാമായിരുന്നു. ഇവിടെ തന്നെ നമ്മുടെ മക്കളെ ചുറ്റുവിരുത്തുക മാത്രമല്ല, നിത്യതയിൽ നമ്മുടെ മക്കൾ നമ്മോടുകൂടെ ഉണ്ടായിരിക്കണം എന്നുള്ള നിഷ്ഠ നമുക്ക് വേണം. ആ ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കണം. എൻ്റെ മക്കൾ ആ നിത്യതയിലായിരിക്കണം. ശ്രദ്ധിക്കുക, നിത്യതയിൽ ഓരോ മനുഷ്യർക്കും ദൈവത്തിന് പ്ലാൻ പ്രകാരമുള്ള നിലയിലായില്ലെങ്കിൽ അത് പരാജയമാണ്. ഓരോരുത്തരെയും ഓരോ സ്ഥാനമുണ്ട്. നോക്കുക, ഈ സ്റ്റാൻഡിന് ഒരു പ്രാധാന്യമുണ്ട്, കേബിളിന് ഒരു പ്രാധാന്യമുണ്ട്, ഈ മൈക്രോഫോണിന് പ്രാധാന്യമുണ്ട്, ഈ മേശയ്ക്ക് ഒരു ധർമ്മമുണ്ട്. ഈ മൈക്രോഫോണിന് പകരം ഞാൻ ഈ മൈക്ക് സ്റ്റാൻഡ് പിടിച്ച് പറഞ്ഞാൽ നിങ്ങളൊരു കേൾക്കുമോ? ഇല്ല. ഓരോന്നിനും അതതിൻ്റെ ധർമ്മം. ഭൂമിയിൽ ജനിക്കുന്ന ഓരോ മനുഷ്യാത്മാവിനും അവർക്ക് ദൈവത്തിന് വ്യക്തമായിട്ടൊരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ നമ്മൾ ആകുകയും അവരെ ആക്കുകയും ചെയ്യണം. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് യഹോവ ഇങ്ങനെ പറയുകയാണ്, എൻ്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ, എൻ്റെ വഴികളല്ല നിങ്ങളുടെ വഴികൾ. അതുകൊണ്ട് എൻ്റെ വിചാരങ്ങൾ തന്നെയായിരിക്കട്ടെ നിങ്ങളുടെ വിചാരങ്ങൾ, നിങ്ങളെക്കുറിച്ച് എൻ്റെ വഴികൾ തന്നെ ആയിരിക്കട്ടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന വഴികളും. നമ്മുടെ മക്കളെക്കുറിച്ചുള്ളതായ ദൈവത്തിൻ്റെ വഴി വേദപുസ്തകത്തിലെ ഉടമകളെ നോക്കിയാൽ ഓരോരുത്തരും ജനിക്കും മുമ്പേ തന്നെ ഓരോരുത്തരെയും പ്രത്യേകമായ പ്ലാനോടുകൂടെയാണ് ഈ ഭൂമിയിലേക്ക് അയച്ചത്. ശിംശോൻ ജനിക്കും മുമ്പേ തന്നെ ന്യായാധിപനായിട്ട് ഭൂമിയിൽ ജനിക്കുമാറാക്കിയത്. ദാവീദ് ജനിക്കുമ്പോൾ തന്നെ അവൻ ഇസ്രായേലിലെ രാജാവെന്ന് ദൈവം മുന്നറിയിച്ചിരുന്നു. ഇരമ്യാവ് അമ്മയുടെ ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ അവനെ ദൈവം വിശുദ്ധീകരിച്ച പ്രവാചകനായി വേർതിരിച്ചിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും ജനിക്കും മുമ്പേ തന്നെ ഒരു പ്ലാനുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചും നിരീക്ഷിച്ചും നമ്മുടെ മക്കൾ ഓരോരുത്തരെ കുറിച്ചുള്ള പ്ലാൻ എന്തെന്ന് മനസ്സിലാക്കി ആ ലക്ഷ്യത്തിൽ എത്തിക്കുന്നതാണ് പേരന്റിങ്ങിന്റെ ആത്യന്തികമായ വിജയം. നിങ്ങൾക്ക് 3 മക്കളുണ്ടെങ്കിൽ 3 പേരെ കുറിച്ചും
ഒരേ ലക്ഷ്യമായിരിക്കാം, 3 ലക്ഷ്യമായിരിക്കാം. അതിൽ നാം എത്തിക്കേണ്ടത് ആവശ്യമാണ്. അഥവാ നാം നമ്മുടെ മക്കളെ ദൈവത്തിന് കൊടുക്കണം, അതും ശ്രേഷ്ഠമായത് കൊടുക്കണം. ഈ കുഞ്ഞുങ്ങളെ ഗംഗാനദിയിൽ എറിഞ്ഞു കൊടുക്കുന്നൊരു പതിവ് ഹിന്ദുക്കൾക്കുണ്ട്. ഒരിക്കൽ ഒരു സ്ത്രീ 2 കുഞ്ഞുങ്ങളുമായി ഗംഗാതീരത്തേക്ക് നടന്നു വന്നു. അതിൽ ഒരു കുട്ടി വികലാംഗനും അന്ധനുമാണ്, അടുത്ത കുട്ടി ഒരു കുഴപ്പമില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ അമ്മയുടെ കരം ഗ്രഹിച്ച് കൂപ്പുകൈയോടെ നിന്നതായ ആ കുഴപ്പമില്ലാത്ത കുട്ടിയെ നേരെ ഗംഗയിലേക്ക് ആ അമ്മ വലിച്ചെറിഞ്ഞു. ഗംഗാദേവിക്ക് മകനെ കൊടുത്തു. കണ്ടുനിന്ന ആൾ ചോദിച്ചു, നിങ്ങൾക്ക് ഒരു കുട്ടിയെ മാത്രമാണ് കൊടുക്കാനുണ്ടായിരുന്നെങ്കിൽ അന്ധന വികലാംഗനുമായ കുട്ടിയെ കൊടുക്കാമായിരുന്നില്ലെന്ന് ചോദിച്ചു. ഒരു വിദേശിയും ക്രിസ്ത്യാനിയ ആളാണ് ചോദിച്ചത്. അപ്പോൾ ആ മാതാവ് പറഞ്ഞതായ മറുപടി, ഞങ്ങളുടെ ദൈവം ഞങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ, യാഗം ഊനമില്ലാത്തതായിരിക്കണമെന്ന്. ശ്രദ്ധിക്കുക, ഹൈന്ദവ വിശ്വാസത്തിൽ ഗംഗാനദിയിലേക്ക് സ്വന്തം മക്കളെ വലിച്ചെറിഞ്ഞു കൊടുത്ത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു പണി, അതും വികലാംഗനും അന്ധനുമായ കുഞ്ഞിനെ നിർത്തിയിട്ട് ആരോഗ്യവാനും സമർത്ഥനുമായ കുഞ്ഞിനെ കൊടുക്കാൻ തയ്യാറാകുന്നെങ്കിൽ നാം നമ്മുടെ മക്കളിൽ ഏറ്റവും മെച്ചമായതിനെ ദൈവത്തിന് കൊടുക്കുന്നവരായിട്ട് മാറണം. അതാണ് നമുക്ക് മക്കളെ തന്നതിലൂടെ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആത്മീയ യുദ്ധക്കളത്തിലേക്ക് മക്കളെ അയച്ച ഒരു അമ്മയെക്കുറിച്ച് വായിക്കുന്നതിനിടയായിട്ടുണ്ട്. ഒരു ദിവസം സഭാ ശുശ്രൂഷകൻ സമാജനങ്ങളുടെ ഭവനം സന്ദർശിക്കുകയായിരുന്നു. അങ്ങനെ നടന്നൊരു ഭവനത്തിന് കഥകൾ മുട്ടിയപ്പോൾ ഒരു വീട്ടമ്മ വന്ന് കതവ് തുറന്നു. അവൾ കണ്ണുനീര് തുടച്ചുകൊണ്ടാണ് തുറന്നത്. അപ്പോൾ ശുശ്രൂഷൻ ചോദിച്ചു, എന്തു പറ്റി? ഓ, ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പാസ്റ്റർ. പിന്നെയും കണ്ണ് നിറഞ്ഞ് തുളുമ്പുകയാണ്. അപ്പോൾ ഈ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ കർത്താവിന് വേണ്ടി അല്ലേ ഇത്രയും നാൾ ജീവിച്ചത്? ഭർത്താവ് മരിച്ചിട്ട് നിങ്ങൾ വിശ്വസ്തയോടെ 4 ആൺമക്കളെ പോറ്റി പുലർത്തിയില്ലേ? അപ്പോൾ അവൾ പറയുകയാണ്, ശരിയാണ് പാസ്റ്റർ, ഞാൻ അവർക്ക് 3 നേരം വെച്ച് വിളമ്പി, പാത്രം കഴുകി, തറ തുടച്ചു, തുണിയലക്കി. എന്നാൽ ഈ കർത്താവിന് വേണ്ടി ഒന്നും ചെയ്യാതെ അവന്റെ സന്നിധിയിൽ വെറും കൈയാഴ്ച നിൽക്കുന്നത് എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല പാസ്റ്റർ. പിന്നെയും കരയുകയാണ്. പക്ഷേ വാസ്തവം എന്താണെന്നറിയാമോ? അവർക്ക് 4 ആൺമക്കളുണ്ട്. അവർ 4 സുവിശേഷകന്മാരുടെ പേരാണ് അവർ കിട്ടിയിരിക്കുന്നത്. മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ. അങ്ങനെയാണ് വളർത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷകൻ ചോദിച്ചു, ആട്ടെ നിങ്ങളുടെ മക്കൾ എന്തു പറയുന്നു? അതെന്താ പാസ്റ്റർ അങ്ങനെ ചോദിച്ചത്? അങ്ങേക്കറിയാമല്ലോ, മാത്യുവിനെ സെമിനാരി പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ അങ്ങ് തന്നെയല്ലേ ചൈനയിൽ മിഷണറിയായിട്ട് പറഞ്ഞു വിട്ടത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ മാർക്കും അവൻ്റെ കൂടെ ചൈനയ്ക്ക് പോയി. ലൂക്ക് പറഞ്ഞു അവൻ്റെ വിളി ആഫ്രിക്കയിലേക്കാണെന്നാണ്. അങ്ങ് തന്നെയാണല്ലോ ആഫ്രിക്കയിലെ മിഷൻ സംഘടനയുമായി പരിചയപ്പെടുത്തി അങ്ങോട്ട് പറഞ്ഞയച്ചത്. ആഫ്രിക്കയിൽ വലിയ ഉണർവ് നയിക്കുന്നതായി അവൻ്റെ ഒരു കത്തുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. പലരും കർത്താവിനായി സ്വീകരിക്കുന്നു എന്നൊക്കെ കത്തിൽ എഴുതിയിരുന്നു. പിന്നെ ഇളയ മകൻ ജോൺ, അവന് 19 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു അവനും ചേട്ടൻ്റെ കൂടെ ആഫ്രിക്കയിലേക്ക് സുവിശേഷ വേലയ്ക്കായി പോവുകയാണെന്ന്. എന്നാൽ വിധവയായ അവൻ്റെ അമ്മയെ ശുശ്രൂഷിച്ച് എൻ്റെ കാലം കഴിഞ്ഞ് ആഫ്രിക്കയിൽ പോയാൽ മതിയെന്ന് കർത്താവിനോട് പറഞ്ഞത്രേ. ഇത് കേട്ടിട്ടാണ് അമ്മയ്ക്ക് സഹിക്കാൻ വയ്യാത്തത്. മനസ്സിലായില്ല? 3 മക്കളും പോയി. എന്നാൽ 4ാമത്തെ മകന് പോകാൻ തയ്യാറായപ്പോൾ പ്രതീതി തോന്നി, ഏതായിരുന്നാലും ഒരു വിധവയാണ് അമ്മ, അമ്മയെ ആര് നോക്കും? അതുകൊണ്ട് അമ്മയുടെ കാലം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് കർത്താവ് പറഞ്ഞെന്നാണ് മോൻ പറയുന്നത്. അത് കേട്ടിട്ട് അവനും കൂടെ എന്തുകൊണ്ടാണ് പോകാത്തെന്നാണ് ഓർത്താണ് അമ്മയുടെ സങ്കടം. ഇങ്ങനെ 4 മക്കളെ വളർത്തിയിട്ടാണോ സഹോദരി നിങ്ങൾ വെച്ചു വിളമ്പുകയും പാത്രം കഴുകുകയും കറി തുടച്ചും നിങ്ങളുടെ ജീവിതം പാഴാക്കിയെന്നും കർത്താവിനെ ഒന്നും ചെയ്തില്ലെന്നും വിലപിക്കുന്നത് എന്ന ശുശ്രൂഷകൻ ചോദിക്കേണ്ടി വന്നു. നിങ്ങൾക്ക് വേണ്ടി സ്വർഗസിംഹാസനത്തിൻ്റെ അടുത്ത ഒരുക്കിയിരിക്കുന്നതായ ആ പദവി, കർത്താവ് നിങ്ങൾക്ക് ഒരുക്കിയിരിക്കുന്നതായ മണിമേട,
നിങ്ങൾ കണ്ട് ആശ്വസിക്കുക എന്ന ശുശ്രൂഷകന് പറയേണ്ടി വന്നു. നമ്മുടെ മക്കളെക്കുറിച്ചുള്ളതായ ദൈവീയ പ്ലാൻ എന്തോ എന്ന് മനസ്സിലാക്കി അതിലേക്ക് അവരെ എത്ര വേഗം എത്തിക്കുന്നതാണ് നമ്മുടെ മക്കളെ വളർത്തുന്നതിൻ്റെ പ്രധാനമായ ലക്ഷ്യം. മാത്രമല്ല, അവരെ രക്ഷയിലേക്കോ സ്നാനത്തിലേക്കോ നടത്തി വിശ്വാസിയാക്കുന്നതോ ഒരു ശുശ്രൂഷകനാക്കുന്നതോ കൊണ്ട് കാര്യം തീരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവരെ കർത്താവിന് വേണ്ടി മരിക്കുവാനും കൂടെ ഒരുക്കിയെങ്കിലേ നമ്മുടെ ദൗത്യം പൂർണ്ണമാവുകയുള്ളൂ. നിങ്ങൾ ഈ കാലങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നല്ലോ, IS എന്ന പേരുള്ള സംഘടന, ഇസ്ലാമിക് സ്റ്റേറ്റ്, ലോകത്തിൽ അനവധി രാജ്യങ്ങളിൽ ക്രൈസ്തവ വിമുക്തമാക്കി ഇസ്ലാമിക രാഷ്ട്രമാക്കി തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഇതുവരെ ലോകം കണ്ടിട്ടില്ലാത്ത അതിക്രൂരന്മാരായ ഒരു സമൂഹമാണ്. ഇറാഖിലും സിറിയയിലും ക്രൈസ്തവർ പാർക്കുന്ന ഇടങ്ങളിൽ ഒരൊറ്റ ക്രൈസ്തവർ ശേഷിക്കാതെ വണ്ണം തുടച്ചു നീക്കിക്കൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ചെവിയിലോട്ട് വെടിവെച്ചവരെ കൊല്ലുകയാണ്. അവിടെ തല്ലിപ്പൊട്ടിച്ച് ചെതറിക്കുകയാണ്. അവരെ തല ഛേദിച്ച് പ്രദർശന വസ്തുവാക്കിയ ആ സ്ഥലത്തും അനേക അമ്മാപ്പന്മാർ വിശ്വാസം നിൽക്കുന്നു, മക്കളെയും വിശ്വാസം നിലനിർത്തുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സമയം നിങ്ങളുടെ മക്കൾക്കുണ്ടായാൽ, സത്യത്തിന് വേണ്ടി ജീവൻ കൊടുത്തും നിലനിൽക്കേണ്ട ഒരാവശ്യം വന്നാൽ, ഇപ്പോൾ നിന്നെ കൊല്ലും, നീ ക്രിസ്തുവിനെ തള്ളിപ്പറയണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ മക്കൾ കർത്താവിനെയും സത്യത്തെയും തള്ളിപ്പറഞ്ഞ് ആ മരണത്തിൽ രക്ഷപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളിത് ചെയ്തതെല്ലാം വെള്ളത്തിലായി. അതുകൊണ്ട് നമ്മുടെ മക്കളെ ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ടി വന്ന ഒരു സന്ദർഭം വന്നാലും മരിക്കുവാൻ ഒരുക്കുന്നതാണ് നമ്മുടെ പേരന്റിങ്ങിന്റെ ആത്യന്തികമായ വിജയം. ക്രിസ്ത്യാനിയായതിനാൽ വധിക്കപ്പെട്ട ട്രിവോളിയിലെ ജെറ്റൂലിയസ് എന്ന വ്യക്തിയുടെ ഭാര്യ വിധവയ സിംബോറോസ എന്നൊരു സ്ത്രീയുടെയും മക്കളുടെയും ഒരു സംഭവകഥയുണ്ട്. ഭർത്താവിന് മരണശേഷം തൻ്റെ 7 പുത്രന്മാരെ ഈ സിംബോറോസ ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവന്നു. റോമാ സാമ്രാജ്യത്തിൽ ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന ഒരു കാലമായിരുന്നു. അവരെ ഹെർക്കുലീസ് ദേവനെ ക്ഷേത്രത്തിൽ എത്തിച്ച് ദേവനെ കുമ്പിടുമാറാക്കണമെന്നായിരുന്നു നിർദ്ദേശം. പക്ഷേ ആ കൽപ്പന അനുസരിപ്പാൻ അവർ തയ്യാറായില്ല. തൽഫലമായി സിംബോറോസയെയും മക്കളും ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. നീണ്ട മുടി ഉണ്ടായിരുന്ന സിംബോറോസയായി ഉത്തരത്തിൽ അവരുടെ മക്കളുടെ മുമ്പിൽ മുടിയിൽ കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു. എന്നിട്ടും വിശ്വാസം തള്ളി പറഞ്ഞില്ല. ഹെർക്കുലീസിനെ വണങ്ങിയാൽ പാരിതോഷികം നൽകാമെന്ന വാഗ്ദാനം കൊടുത്തവർ ചെവിക്കൊണ്ടില്ല. കഠിനമായ പീഡനങ്ങൾ സഹിച്ചിട്ട് യേശുവിനെ തള്ളിപ്പറയാതിരുന്നതായ ആ ഭക്തിയായ സ്ത്രീയെ കഴുത്തിൽ വലിയ കല്ല് കെട്ടി നദിയിൽ താഴ്ത്തുകയായിരുന്നു. സിംബോറോസയുടെ പുത്രന്മാരും മാതാപിതാക്കൾ സേവിച്ച കർത്താവിന്റെ പാതയിൽ നിന്നും അണുവിട മാറാൻ തയ്യാറല്ലായിരുന്നു. തന്മൂലം അവരും കൊല്ലപ്പെട്ടു. മൂത്ത മകൻ ക്രൻഷിയാസിനെ കുന്തം കൊണ്ട് കഴുത്തിൽ കുത്തിയും, രണ്ടാമൻ ജൂലിയനെ നെഞ്ചിലൂടെ കുന്തം കുത്തിക്കടത്തിയും, മൂന്നാമൻ നെമേഷ്യസിനെ മാർവിലും, നാലാമൻ ലിമിറ്റിവസിനെ വയറ്റിലും, അഞ്ചാമൻ ജസ്റ്റിനസിനെ പുറത്തും, ആറാമൻ സ്റ്റക്കറ്റ്സിനെ ശരീരത്തിന് പാർശ്വഭാഗങ്ങൾ കുന്തം കൊണ്ട് കുത്തിയും കൊല്ലുകയായിരുന്നു. തന്റെ 6 ജ്യേഷ്ഠന്മാരും മരണം കണ്ട് നിന്നിട്ടും മനസ്സ് മാറാതിരുന്ന ഇളയ യൂജീനിയസിനെ ഏറ്റവും ക്രൂരമായിട്ടാണ് ആ ശത്രുക്കൾ വധിച്ചത്. അവന്റെ ശരീരം മേൽ തൊട്ട് താഴെ വരെ നടുവേ പിളർന്ന് ആ പൈതലിനെ പൈശാചികമായി കൊന്നുകളഞ്ഞു. വേറൊരു ഭാഷയുണ്ട്. ഈ ഇളയ മകനെ ഉമിത്തീയിൽ ഇഞ്ചിഞ്ചായി കൊല്ലുകയായിരുന്നെന്നും മക്കളെ 7 പേരെയും കൺമുൻപിൽ കൊന്ന ശേഷമാണ് സിംബോറോസയെ നദിയിൽ എറിഞ്ഞതെന്നും ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നുണ്ട്. ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രത്യാശയും ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും ഇവിടുത്തെ സൗഭാഗ്യങ്ങൾക്കും വേണ്ടിയല്ലെന്നും അവയേക്കാൾ മേത്രമായ ലക്ഷ്യം വെച്ചവരാണ് ത്യാഗികളായ ക്രിസ്ത്യാനികളെന്നും രക്തസാക്ഷികളുടെ നിലപാട് നമ്മളെ ഓർപ്പിക്കുന്നു. നിത്യതയെ ലക്ഷ്യമാക്കുന്നവർ ലോകത്തിലെ സൗഭാഗ്യങ്ങളും ക്രിസ്തു നിമിത്തമുള്ള കഷ്ടങ്ങളും സാരമില്ലെന്നെണ്ണണം. മരിക്കേണ്ടി വന്നാൽ മരിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ മക്കളെ
ക്രിസ്തുവിന്റെ രക്തസാക്ഷിയുമായി തീരത്തക്കവണ്ണം നാം ബാല്യത്തിലെ ഒരുക്കിക്കൊണ്ടുവരുന്നെങ്കിൽ അവരെക്കുറിച്ചുള്ള ദൈവിക പ്ലാൻ നമ്മൾ പൂർണ്ണമായി നിവർത്തിച്ചവർ എന്നുള്ള സാക്ഷ്യം സ്വർഗം സിംബോറസ് കൊടുത്തതുപോലെ നമുക്ക് നൽകും. സർവോപരി നമ്മുടെ മക്കൾ നമുക്ക് ഉപകാരികളും ദൈവത്തിന് വിശ്വസ്തരും ആയിത്തീരണമെങ്കിൽ, ഈ ലോകത്തിൻ്റെ പാപവഴികളിൽ നിന്ന് ഒഴിഞ്ഞ് വിശുദ്ധന്മാരായി ജീവിക്കണമെങ്കിൽ ഏറ്റവും പ്രധാനം ഇതുവരെയും പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതോടൊപ്പം അവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുക എന്നതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സെയിന്റ് അഗസ്റ്റിനെ കുറിച്ച്. സെയിന്റ് അഗസ്റ്റിൻ്റെ അമ്മയുടെ പേര് മോനിക്ക എന്നായിരുന്നു. ഈ യൗവനക്കാരൻ റോമിലെ തെരുവിൽ എല്ലാവിധ മ്ലേച്ഛതകളും ഒഴുകി ജീവിച്ചു. ഈ ഭക്തിയായ അമ്മ മകനെ ഓർത്തെന്ന് വിലപിച്ചു. സ്ഥിരമായി മകന് വേണ്ടി കരയുമായിരുന്നു. ആ അമ്മയുടെ കണ്ണുനീര് കൊണ്ട് മാത്രം ആ മകൻ ഒരു വിശുദ്ധനായിട്ട് മാറി. ആ സ്ത്രീ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എന്റെ ശരീരം എവിടെ അടക്കിയാലും ഒരു വിഷയമല്ല. അത്ര നിത്യതയെക്കുറിച്ച് ഉറപ്പുള്ള ഒരു സ്ത്രീയായിരുന്നു. അങ്ങനെ മകന് വേണ്ടി ദീർഘകാലം കണ്ണുനീര് ധാരധാരിയായി ഒഴുക്കിയതിന് ഫലമായി അഗസ്റ്റിൻ ഒരു നാൾ ദൈവശബ്ദം കേട്ടു. നിന്റെ പാപവുമായി നീ നരകത്തിലേക്ക് പോകുമോ അതോ പാവം കുട്ടഞ്ഞ് സ്വർഗത്തിലേക്ക് പോകുമോ? മറ്റൊരിക്കൽ എടുത്തു വായിക്കാവുന്ന ശബ്ദം കേട്ടു. അവൻ ബൈബിൾ എടുത്ത് വായിച്ചു. അങ്ങനെ അവൻ രക്ഷിക്കപ്പെട്ടു. പിന്നീട് ഒരു കത്തോലിക്ക സഭയിലെ ഒരു സന്യാസി വിഭാഗത്തിൽ കടന്നു. താൻ ലോകത്തിൽ ഒരു വിശുദ്ധനായി അറിയപ്പെടുകയാണ്. ഈ അമ്മ, ഈ മകൻ ദൈവവാഴ്ച വന്നതിന് ശേഷം മരിക്കുമ്പോൾ ഒരാൾ ചോദിച്ചു, മരിക്കുകയാണല്ലോ, മകനെ വിളിച്ചുകൊണ്ട് വരട്ടെ. മകനെ കണ്ടപ്പോൾ ഈ അമ്മ പറഞ്ഞത്, മകനെ, എൻ്റെ ആഗ്രഹം അത്രയും സാധിച്ചു കഴിഞ്ഞു. മരിക്കുന്നതിന് മുൻപ് നിന്നെ ഒരു ക്രൈസ്തവനായി കാണുവാൻ ഞാൻ പ്രാർത്ഥിച്ചതിലേറെ ദൈവം എനിക്ക് വേണ്ടി ചെയ്തു. നീ ക്രിസ്തുനാഥനിൽ വിശ്വസിക്കുക മാത്രമല്ല, ലൗകിക സന്തോഷങ്ങളെ പരിചരിച്ച് അവിടുത്തെ ശുശ്രൂഷകനായി തീർന്നിരിക്കുന്നു. ഇനി എന്താണ് എനിക്ക് ഇവിടെ വേണ്ടത്? മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുമെങ്കിൽ ബാക്കി മേഖലകളൊക്കെ നമ്മൾ പരാജയപ്പെട്ടാലും നമ്മുടെ കണ്ണുനീര് ഒടുവിൽ വിജയം കാണും. നമ്മൾ ആമോദം പരിശ്രമിച്ചിട്ടും ശത്രു തന്ത്രപരമായി മക്കളെ വശീകരിച്ചുകൊണ്ട് പോയാൽ കൂടെ നമ്മുടെ കണ്ണുനീര് കൊണ്ട് നമുക്ക് അവരെ നേടിയെടുക്കാൻ കഴിയും. നമ്മുടെ നിരന്തര വിശ്വസ്തമായ പ്രാർത്ഥനയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ മാലിന്യം നിറഞ്ഞ ലോകത്തിൽ പരിശുദ്ധരായി കാത്ത് നിത്യതയിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. ദക്ഷിണ കൊറിയയെയും ഉത്തര കൊറിയയെയും വേർതിരിക്കുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന് ഹാർട്ട് ബ്രിക്ക് എന്നാണ് പേര്. ആ പേര് ഒരു US ഭടന്റെ പേരാണ്. ഈ അമേരിക്കൻ ഭടന്റെ പേര് പാലത്തിനിടാൻ ഒരു സംഭവമുണ്ട്. ഉത്തര കൊറിയയെ നേരിടുന്ന സമയത്ത് അമേരിക്കൻ ഭടന്മാരിൽ പലരും നുഴന്ന് കയറി അതിർത്തി കടന്നിട്ടുണ്ട്. അതിൽ ഭടന്മാർ നുഴന്ന് അകത്ത് കടന്നപ്പോൾ ഒരു ഭടൻ വെടിയേറ്റു. അവൻ അവിടെ കിടന്ന് എന്നെ ആരെങ്കിലും രക്ഷിക്കണം നിലവിളിക്കാൻ തുടങ്ങി. അവിടെ നോക്കിയിട്ട് ഒരു ഭടന്മാരും ഈ അതിർത്തി കടന്നവനെ ചെന്ന് രക്ഷിക്കാൻ തയ്യാറല്ല. തീവ്രമായി പായുന്ന വെടിയുണ്ടകൾ, അവിടെ ഇവിടങ്ങളായി വീഴുന്ന ബോംബിന്റെ ചില്ലുകൾ തെറിക്കുന്നു. ആരും ജീവനെ ഭയന്ന് അങ്ങോട്ട് പോകുവാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ അതേസമയം ഈ മുറിവേറ്റ് കിടക്കുന്ന ഭടന്റെ ദീനരോധന അവർക്ക് സഹിക്കാനും പറ്റുന്നില്ല. ആര് പോകും എല്ലാവരും കണ്ണി നോക്കുക. അപ്പോൾ ഹാർട്ട് ബ്രിക്ക് എന്ന ഭടൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. എല്ലാവർക്കും ഒരു ആശ്വാസമായി. ഒരാൾ തയ്യാറായല്ലോ. പോകാമെന്ന് പറഞ്ഞെങ്കിലും അവൻ പോകുന്നില്ല.
അവൻ വാച്ച് ഇങ്ങനെ നോക്കിയ, വീണ്ടും നോക്കിയ, പോകുന്നില്ലേ? പോ. പിന്നെ വാച്ച് ചെയ്യാൻ നോക്കുന്നു. അയ്യോ, അവനെ നിലവിളി കേൾക്കുന്നില്ലേ? നീ മനസ്സോടെ പറഞ്ഞതല്ലേ പോകാമെന്ന്. ചെന്നവനെ രക്ഷിച്ചാട്ടെ. പോകാന്നേ. 6, 7, 8 മണി, 9 മണി. അവൻ പെട്ടെന്ന് നിലത്തുകൂടെ ഇഴഞ്ഞ്, കാരണം തലയ്ക്ക് മീതെ വെടിയുണ്ട വായുക, ഇഴഞ്ഞ് ചെന്ന മുറിവേറ്റ് നിലവിളിക്കുന്ന ആ ഭടനെ രക്ഷിച്ച് അതിർത്തിക്കിപ്പുറത്ത് കൊണ്ടുവന്നു. അവൻ ജീവിക്കുകയും ചെയ്തു. എല്ലാവരും അവനെ മുക്തകണ്ഠം പ്രശംസിച്ചു. അവൻ്റെ ധീരതയെ അവർ വാനോളം വാഴ്ത്തി. പക്ഷേ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഊഹിക്കാം. എന്താണ്? നീ എന്തിനാണ് പോകാമെന്ന് പറഞ്ഞ ശേഷം വാച്ച് നോക്കി സമയം കളഞ്ഞത്? അല്പം കൂടെ നേരത്തെ നിനക്ക് പോയിക്കൂടായിരുന്നോ? നീ ഇങ്ങനെ 6, 7, 8 എന്നൊക്കെ പറഞ്ഞെന്തിനാ? അവൻ പറഞ്ഞു, അതൊരു രഹസ്യമാണ്. ഞാൻ പട്ടാളത്തിൽ ചേരുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, മകനെ, ഞാൻ നിനക്ക് വേണ്ടി എന്നും രാത്രി 9 മണിക്ക് പ്രാർത്ഥിക്കും. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന എന്നെ വലയം ചെയ്യുന്ന സമയത്ത് ഒരു വെടിയുണ്ടയും ദേഹത്ത് പതിക്കില്ല എന്ന് എനിക്ക് ധൈര്യമുള്ളത് കൊണ്ടാണ് 9 മണിക്ക് തന്നെ ഞാൻ വെടിയുണ്ട ചീറിപ്പായുന്ന പ്രദേശത്ത് നുഴന്നു കിടന്നത് എന്ന് പറഞ്ഞു. പ്രിയ അമ്മമാരെ, അപ്പന്മാരെ, നിങ്ങൾ മക്കളെ വളർത്തിയെടുക്കുന്നതിൽ അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ കാര്യത്തെക്കാളും നിങ്ങളുടെ വിശ്വസ്തയോടുള്ള പ്രാർത്ഥന ആണ് അവരുടെ തുണ. അവരേത് അപകട സ്ഥാനത്ത് പോയാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർക്ക് വിശ്വസിക്കാൻ കഴിയണം. എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്, എൻ്റെ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പും ആത്മധൈര്യവുമാണ് ഏത് പ്രതികൂല സാഹചര്യത്തിലും അവരെ വിജയികളാക്കി തീർക്കുന്നത്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന അനിമസന്താനങ്ങളെ ദൈവകൃപയിലും ദൈവസ്വഭാവത്തിലും നല്ല ശീലങ്ങളിലും വളർത്തിയെടുത്ത് അവരെ നല്ല മനുഷ്യരാക്കി തീർക്കുവാനും നല്ല ഒരു കുടുംബജീവിതത്തിന് കുടുംബനാഥനും കുടുംബനായികയും നല്ല ഒരു ഭർത്താവും നല്ലൊരു ഭാര്യയും ഉത്തമമായ ഒരു പിതാവും ഉത്തമയായ ഒരു മാതാവുമാക്കി തീർക്കുവാൻ നമുക്ക് കഴിയട്ടെ. സർവോപരി അവരെ ഒരു നല്ല വിശ്വാസികളായും അവരെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശം അങ്ങനെയെങ്കിൽ അവരെ ദൈവത്തിന് ശുശ്രൂഷകരായി മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയട്ടെ. ഈ ഭൂമിയിൽ എപ്പോഴെങ്കിലും സത്യത്തിന് വേണ്ടി, യേശുവിന്റെ നാമത്തിന് വേണ്ടി മരിക്കേണ്ടി വരുമെന്ന നിമിഷം വന്നാൽ യാതൊരു സങ്കോചം കൂടാതെ കർത്താവിന് വേണ്ടി ജീവനെ കൊടുത്ത രക്തസാക്ഷികളുടെ ഗണത്തിൽ നിത്യത്തിൽ ആദരിക്കപ്പെടുന്നവരായി തീരുവാനും അവരെ നമുക്ക് ഒരുക്കിയെടുക്കാം. ദൈവം നിങ്ങൾക്ക് അതിനു വേണ്ടതായ ജ്ഞാനവും വിവേകവും കഴിവും പ്രാപ്തിയും നൽകട്ടെ. സർവോപരി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി കണ്ണൂരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ സ്വന്തമാക്കിയെടുക്കുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ. സ്തോത്രം. കണ്ണുകൾ അടയ്ക്കാം. ഇപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിക്കാം. നമുക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, മക്കളില്ലാത്ത എത്രയോ ദമ്പതികൾ ദുഃഖിക്കുമ്പോൾ നിന്റെ മഹാകരുണയാൽ എനിക്ക് തന്ന അരുമസന്താനങ്ങൾക്കായി സ്തോത്രം. എത്രയോ പേർക്ക് അവരുടെ മക്കൾ വികലാംഗരും നിത്യരോഗികളും മന്ദബുദ്ധിയുള്ളവരായി ജനിച്ചപ്പോൾ എന്നെ നീതി കൊണ്ടല്ല, നിന്റെ മഹാകാരുണ്യം കൊണ്ട് എനിക്ക് അറിവും ബുദ്ധിയും ഉള്ളവരും പൂർണ്ണതയുള്ളതായ ഒരു മക്കളെ തന്നതിനായി സ്തോത്രം. കർത്താവേ, എത്ര പേരുടെ സന്താനങ്ങൾ അകാലചരമമടഞ്ഞപ്പോൾ എന്റെ മക്കൾക്ക് ഇതുവരെയുള്ള ആയുസ് നീട്ടി തന്ന കൃപയ്ക്കായി സ്തോത്രം. എന്നെ ഏൽപ്പിച്ച ഓരോ കുട്ടിയും അതിൻ്റെ ആത്മാവ് മുഴുലോകത്തൊക്കെ വലുതാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെക്കുറിച്ച് നിനക്ക് വ്യക്തമായ പ്ലാനുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തിന് അവരെക്കുറിച്ച് പാലിലേക്ക് വളർത്തുവാൻ എന്നെ പ്രാപ്തനും പ്രാപ്തിയുമാക്കി തീർക്കണമേ. അവരെക്കുറിച്ചുള്ള ലക്ഷ്യം നിറവേറ്റുന്നതിൽ ഞാൻ സകലത്തിലും അവർക്കൊരു മാതൃകയായിരിക്കാൻ
എന്നെ ശക്തീകരിക്കുമാറാകണമേ. എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട കടമകൾ ചില സമയങ്ങളിൽ എന്നെ അറിയില്ലായ്മ കൊണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ മുടങ്ങിപ്പോയിട്ടുണ്ട്. ഇനിമേലെങ്കിലും എന്റെ മക്കൾക്ക് വേണ്ടി ചെയ്യ കടമകൾ വിശ്വസ്തമായി നിറവേറ്റുവാൻ നീ എനിക്ക് ശക്തി തരുമാറാകണമേ. സർവോപരി ഞാൻ നിത്യതയിൽ കാണപ്പെടുമ്പോൾ എൻ്റെ മക്കളും എന്നോടുള്ള നിത്യതയിൽ കാണപ്പെടത്തക്കവണ്ണം സകല വിശുദ്ധന്മാരോടും കൂടെ ഞാനും ഇതാ ദൈവരിക്കുന്ന മക്കൾ എന്ന് പറയുവാനുള്ള സൗഭാഗ്യം നീ എനിക്ക് തരുമാറാകണമേ. എൻ്റെ മക്കൾക്ക് വേണ്ടി ഒഴുക്കേണ്ട കണ്ണുനീര് എൻ്റെ കണ്ണിൽ വറ്റിപ്പോകരുതേ. എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ കടമ നിറവേറ്റാത്ത ഒരു ദിവസവും പോലും എനിക്കുണ്ടാകരുതേ. എൻ്റെ കർത്താവിന് വേണ്ടി ധീരതയോടെ മരണം വരെ നിൽക്കുവാൻ എന്നെ പ്രാപ്തയാക്കുന്നതോടൊപ്പം എന്റെ മക്കളെയും നിനക്ക് വേണ്ടി അന്ന് നിമിഷം വരെയും നിലകൊള്ളുവാൻ പ്രാപ്തരാക്കി മാറ്റണമേ. യേശുവേ, അവിടുന്ന് വരുമ്പോൾ ഞാനും എനിക്ക് നന്നായി. ദൈവത്തിന് മഹത്വം. ദി പെന്തക്കോസ്ത് മിഷനിലെ പഴയകാല ചീഫ് പാസ്റ്റർമാരായിരുന്ന പാസ്റ്റർ എ.സി. തോമസ്, പാസ്റ്റർ സി. ജോൺ, പാസ്റ്റർ ഫ്രെഡി പോൾ മുതലായവരുടെയും മറ്റെല്ലാ പ്രധാന പാസ്റ്റർമാരുടെയും വിലയേറിയ പ്രസംഗങ്ങളും ബൈബിൾ സ്റ്റഡികളും ഇപ്പോൾ CD-യിൽ ലഭ്യമാണ്. കൂടാതെ വിവിധ ഭാഷകളിലുള്ള പാട്ടുകളടങ്ങിയ CD-കളും ലഭിക്കപ്പെടും. അതുമാത്രവുമല്ല, പല ദൈവമക്കളുടെയും ദീർഘനാളായുള്ള ആഗ്രഹത്താലും പ്രാർത്ഥനയാലും ദി പെന്തക്കോസ്ത് പ്രസ് ട്രസ്റ്റിന്റെ ഏറ്റവും ജനപ്രീതിയാർജിച്ച ചില പ്രസിദ്ധീകരണങ്ങളും ഞങ്ങൾ വായിച്ച് CD-യിലാക്കിയിട്ടുണ്ട്. അതും ഇപ്പോൾ ലഭ്യമാണ്. CD-കൾക്കും മറ്റെല്ലാ അന്വേഷണങ്ങൾക്കും മാത്യൂസ് എബ്രഹാം, മൊബൈൽ നമ്പേഴ്സ് 9447795990 and 9349905990. കൂടാതെ CD-കളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ് അഡ്രസ് www.matthewstpmcd.com. സന്താനങ്ങളും രൂപാന്തരപ്പെട്ടെടുക്കപ്പെട്ട് നിത്യതയിൽ കർത്താവിനോടുകൂടി ആയിരിക്കാൻ സഹായിക്കുമാറാകണമേ. ഹല്ലേലൂയ.